തിരക്കുകൾക്കിടയിലും നമ്മുടെ ഒരു പരിപാടി ഇവിടെ വരാൻ സംഭവിച്ചു. മേയറെ അഡ്വക്കേറ്റ് പി ഇന്ദിര അവരെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. HMA കഴിഞ്ഞ മാസങ്ങളിൽ HMA ടൂറിസം നോട്ടോ അടക്കമുള്ള ടൂറിസം ഓർഗനൈസേഷൻ NMCC-യുമായി ചേർന്നുകൊണ്ട് കണ്ണൂരിനെ എങ്ങനെ ആയുർവേദത്തിന്റെ ഒരു മുഖ്യ, കാരണം കണ്ണൂരിൽ ഒരു ഒട്ടുമിക്ക പാരമ്പര്യ നൂറ്റാണ്ടുകളായി നിൽക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ കണ്ണൂരിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. കണ്ണൂരിന്റെ മുക്കിലും മൂലയിൽ നോക്കിയാൽ അറിയാം നമുക്ക്. കാരണം നമുക്ക് ആദ്യമായിട്ട് ആയുർവേദ കോളേജുകൾ വന്ന ഒരു ഇതും കൂടി കണ്ണൂരാണ്. മാധവ ആയുർവേദ കോളേജ് നമുക്കറിയാം. അങ്ങനെ ആയുർവേദ രംഗത്ത് വളരെ ഉന്നതിയിൽ നിന്ന ഒരു സ്ഥലം കൂടിയാണ് കണ്ണൂർ. എന്നാൽ നമുക്ക് കൂടുതൽ ഈ കണ്ണൂരിന്റെ ഈ ആയുർവേദ പൈതൃകത്തെ കൂടുതൽ ജനങ്ങളിലെ എത്തിക്കാൻ, കേരളത്തിലും ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലടക്കം എത്തിക്കാൻ വേണ്ടി കണ്ണൂർ ഒതന്റിക് ലാൻഡ് ഓഫ് ആയുർവേദ എന്ന ഒരു പ്രചരണത്തിന് ഇപ്പൊ തുടക്കമിട്ടിട്ടുണ്ട്. നമുക്ക് മേയറിന്റെ ഒക്കെ ഒരു സഹായതാരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ എത്തിച്ച് മേയർ അവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് കണ്ണൂർ ജില്ലാ HMA പ്രസിഡന്റ്, വളരെ ഉദ്യോഗസ്ഥമായി നമുക്കൊക്കെ വഴികാട്ടിയായിട്ട് നമുക്ക് പ്രവർത്തിക്കുന്ന കുറുമാത്തൂർ ആയുർവേദശാല നഴ്സിംഗ് ഹോമിന്റെ സാരഥി കൂടിയായ ഡോക്ടർ PP അബ്ദുൾ അവരാണ്. ഔപചാരിക പേരിൽ ഞാൻ നേരത്തെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് HMA-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഇരുളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ്. ഈ സംഘടനയ്ക്ക് വേണ്ടുന്ന എല്ലാ നേതൃത്വപരമായ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ദേശീയ തലത്തിലും ഒക്കെ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആയുർവേദത്തിന്റെ ഒരു ഭാവിയിലേക്കുള്ള ലക്ഷ്യം കണ്ടുകൊണ്ട് ഇവിടെ ഇന്റർനാഷണൽ റിസർച്ച് സെന്റർ അടക്കം വരുന്ന ഘട്ടത്തിൽ എങ്ങനെ കണ്ണൂരിന്റെ അല്ലെങ്കിൽ കേരളത്തിൽ ആയുർവേദത്തിന്റെ എങ്ങനെ ദിശാബോധം നൽകിക്കൊണ്ട് നമുക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ വിഷ്ണു നമ്പൂതിരി, വിദ്യരമന വിഷ്ണു നമ്പൂതിരി, കണ്ണൂർ ജില്ലയിലെ തന്നെ ആഞ്ജനേയം ആയുർവേദ ഹോസ്പിറ്റലിന്റെ സാരഥിയായ സനൽചന്ദ്രൻ, ഡോക്ടർ സനൽചന്ദ്രൻ അവരുടെ പിതാവ് വൈദ്യർ എനിക്കം ചന്ദ്രശേഖരൻ വൈദ്യർ, കൂടാതെ ഈ കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പരിസ്ഥിതി പ്രവർത്തകർ മാധവ് കാട്ടിൽ, സിനിമാ നടനും സംവിധായകനും കണ്ണൂർ നിവാസി കൂടിയായ ശ്രീ ശ്രീനിവാസൻ എന്നിവരുടെ പേരിൽ HMA ജില്ലാ സമ്മേളനം അനുശോചനം അറിയിക്കുകയാണ്. ആശംസ അർപ്പിക്കുന്ന ഡോക്ടർ നിർമ്മൽ നാരായണൻ, നമ്മുടെ സ്റ്റേജിലും സദസ്സിലും ഉള്ള പ്രമുഖ ഡോക്ടർമാരെ, മാനേജ്മെന്റ് പ്രതിനിധികളെ, ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ സ്റ്റേറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഓരോ ജില്ലയിലും ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില് കണ്ണൂർ ജില്ല ഈ പ്രാവശ്യം തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഒന്ന്, ഇൻഷുറൻസ് മേഖലയിൽ നാം അനുഭവിക്കുന്ന ചില പ്രതിസന്ധികള്, അതിന്റെ ഭാഗമായിട്ടുള്ള റിജക്ഷൻ എങ്ങനെ വരുന്നു, മറ്റ് സ്ഥാപനങ്ങളും മറ്റ് ജില്ലകളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിലും കുറെ കൂടി നമുക്ക് ഇതിന് പ്രായോഗികമായിട്ട് പരിപാടികൾ നടത്താൻ കഴിയും. അതിന് ഏറ്റവും വലിയ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ബിനു സി നായർ, അതായത് റിജക്ഷന്റെ കുത്തൊഴുക്കിൽ അതിനെതിരെ പടവെട്ടി ഒരൊറ്റ റിജക്ഷനും ഇല്ലാതെ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന, നമുക്കത് മാതൃകയായിരിക്കുന്ന ഡോക്ടർ ബിനു സി നായർ കോട്ടയത്തെ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും അനുഭവങ്ങളും ഇനി എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ പറ്റിയൊക്കെ വിശദമായി ഡോക്ടർ ബിനു സി നായർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ ഏകത്യവും അനൗഷധം എന്നാണ് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമ്മള് എന്ത് ലോകത്തിലെ ഒല്ലം മരുന്നാണ്. പിന്നെ അന്നം തന്നെ ഔഷധം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഭക്ഷണമൊക്കെ ഔഷധമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കൂടാതെ തന്നെ ആയുർവേദത്തെ പറ്റി നമുക്ക് പലർക്കുള്ള തെറ്റിദ്ധാരണ, പഥ്യം എന്ന് പറഞ്ഞതിന്റെ കൃത്യത ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിലും പഥ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തത് തത് സമസ്നംച പ്രത്യയവിരോധിക്കുന്ന, അതായത് നമുക്ക്
നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നമ്മുടെ ശരീരത്തിന്, പ്രകൃതിക്ക് അല്ലെങ്കിൽ അസുഖത്തിന് എതിരാവാത്ത രൂപത്തിൽ മാത്രമേ പഥ്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ആയുർവേദത്തിന്റെ ഈ പഥ്യത്തിന്റെ മേഖലയിൽ പിടിച്ചുകൊണ്ടും അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റിയിട്ട് നമുക്ക് അറിയാത്തത് കൊണ്ടും ഇന്ന് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് കൺഫ്യൂഷന്റെ അങ്ങേ അറ്റത്ത് എത്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർത്ത് മലബാർ ഗ്രാമീണ ചേംബർ ഓഫ് കോമേഴ്സും ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷനും ആഹാരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള എന്തൊക്കെ പാനീയങ്ങൾ ആയുർവേദ അഷ്ടാംഗങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 5-ാം അധ്യായത്തില് ദ്രവദ്രവ്യ വിജ്ഞാനം അല്ലെങ്കിൽ നമ്മുടെ പാനീയമായിട്ട് നമുക്ക് എന്തൊക്കെ കഴിക്കാവുന്നു, അന്ന സംരക്ഷണി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് മരുന്നുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടിനെ പറ്റിയുള്ള വിശദമായ ചർച്ചയാണ് ഈ വർഷം നമ്മള് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ ബന്ധപ്പെട്ട കുടുംബശ്രീകള്, ഹോട്ടലുകള്, റെസ്റ്റോറന്റുകള്, ഒരു ചായക്കടകളും തട്ടുകടകളും വരെ നമുക്കിനി കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ ആയുർവേദത്തിൽ ഉള്ളതായിരിക്കണം, ആയുർവേദമായിരിക്കണം. അതിൽ ചെറിയൊരു ചേരുവകൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എല്ലാ ഹോട്ടലുകളും എല്ലാ സാധനവും ആയുർവേദം തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ ഒരു പ്രചാരണം നടത്താൻ പറ്റുന്ന പരിപാടികൾ ഉദ്ദേശിക്കുന്നുണ്ട്. നേരെ ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ നാട്ടില് ടൂറിസം നല്ല ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആയുർവേദത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് ടൂറിസം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രമാത്രം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ആയുർവേദ ചികിത്സ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാടുകളിലേക്ക് കടന്നു വരുന്നുണ്ട്. അത്തരം ആളുകൾക്ക് നല്ല മെച്ചപ്പെട്ട ഒരു ആയുർവേദ ചികിത്സ നൽകാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അത് വലിയ സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. മാത്രവുമല്ല നമ്മുടെ ആളുകളൊക്കെ ചിന്താഗതി മാറിക്കഴിഞ്ഞു. അലോപ്പതി മെഡിസിനിൽ നിന്നും നമ്മുടെ ആരോഗ്യ പരിരക്ഷ എന്ന് പറയുന്നത് അത് പഴയകാല ചികിത്സാ സമ്പ്രദായമായിട്ടുള്ള ആയുർവേദത്തിലൂടെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യം ജനങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്റെ ചെറിയൊരു 10-25 വയസ്സുള്ള മകളടക്കം പറയാൻ തുടങ്ങി. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ശാരീരികമായി നല്ല സുഖം കിട്ടും. നമ്മൾ ഈ 55 വയസ്സിൽ പോലും ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെങ്കിലും 25 വയസ്സായ കുട്ടികൾ പോലും ആയുർവേദ ചികിത്സ കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഒരു സ്ട്രെസ് റിലീഫും നല്ല ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു യുവാക്കളിലൊക്കെ ആ ഒരു ചിന്താഗതി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അവരൊരു ടീമുണ്ട്, അവരൊക്കെ സംസാരിക്കുന്നത് നമുക്ക് ഒരു 2 ദിവസമെങ്കിലും അവിടെ പോയി എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു ചികിത്സ അത് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ പ്രദർശനോട് പറഞ്ഞത് എപ്പോഴും വരും എന്ന് പറയുന്നതല്ലാതെ ഒരിക്കലും എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. എല്ലാ വിഭാഗം ഡോക്ടർമാരും എടുത്തിട്ടുള്ള സേവനം അത് നാടിന്റെ ജനങ്ങളുടെ നന്മയ്ക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാനൊക്കെ അന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു കോർപ്പറേഷന്റെ. ആ സമയത്ത് നമ്മൾ അനുഭവിച്ച പ്രയാസം, ബുദ്ധിമുട്ട് അത് എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു കൂടിച്ചേരലുകൾ നമ്മുടെ നാടുകളിൽ നമ്മളെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു ഞങ്ങൾ അന്ന് പോയത്. ഒരിക്കലും ആർക്കും എന്താ പറയാ മറക്കാനാവാത്ത ഒരു അനുഭവമാണത്. നമ്മളെ കുടുംബത്തിലുള്ള ആളുകൾ മരിച്ചാൽ ഒരു നോക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ മക്കള്, നമ്മുടെ ഭർത്താക്കന്മാര്, നമ്മുടെ അച്ഛന്മാര് വിദേശത്ത് നിന്ന് വന്നാല് കള്ളന്മാര് വീട്ടിൽ കയറി വരുന്നത് പോലെ ഒളിച്ചും പാട്ടും പതുങ്ങിയിട്ടുള്ള അവര് വരുമ്പോ ഒരു ഭീകരന്മാര് നാട്ടിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം അതൊക്കെ ഇന്ന് ഓർത്തെടുക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എന്താ പറയാ ആ ഒരു അവസ്ഥ. നമ്മള് ടിവിയിൽ വീട്ടിൽ എല്ലാവരും ഇരിക്കുമ്പോ നമ്മള് കാത്തിരിക്കുന്നു ആരെങ്കിലും വരുമോ, ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരുമോ. നമ്മൾ അവരെ വളരെ സന്തോഷത്തിൽ സ്വീകരിച്ചിരുത്തിയ ആളുകളെ പിന്നെ തെങ്ങിന്റെ മേലെ ടെറസിന്റെ മേലെ കൂടി ഓടിച്ചും പാട്ടും പതുങ്ങി വീട്ടില് ടി വി കാണുന്ന എങ്ങനെയാ ആരെങ്കിലും വിദേശത്തു നിന്ന് വരുന്നുണ്ടോ നമ്മൾ നോക്കുക. കാരണം അവര് വന്നാലാണ് ഇവിടെ മറ്റുള്ളവർക്ക് പകരുക രോഗം. അപ്പൊ അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നുപോയി. അന്നൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഈ ചികിത്സ എല്ലാ വിഭാഗവും ഹോമിയായാലും ആയുർവേദായാലും അലോപ്പതി ആയാലും എല്ലാവരും തമ്മിലുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ്. എല്ലാ വിഭാഗം ആളുകളും ചേർന്ന് നിന്നുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. എന്തായാലും ഇനിയും വിളിച്ചുകൊണ്ടേണ്ട് എന്റെ എല്ലാ ആശംസകളും നേരുന്നു. എന്തായാലും ഈ ചടങ്ങ്
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ. അഡ്വക്കേറ്റ് ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷന്റെ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അവർ ഇന്ന് ഈ തെറാപ്പി കോഴ്സ് ആരംഭിച്ചത്. ഡോക്ടർ തെറാപ്പി കോഴ്സ് ആരംഭിച്ചപ്പോ വിദേശത്ത് നടക്കുന്ന ആൾക്കാർ വരാൻ തുടങ്ങി, അത് വന്നു. പക്ഷെ ഇന്ന് കാലം കഴിഞ്ഞപ്പോ എന്താണ് ഇനി ട്രഡീഷണൽ മെഡിസിനിൽ, ആയുർവേദം ഉൾപ്പെടെയുള്ള ട്രഡീഷണൽ മെഡിസിനിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ അത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും. മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ എന്താ ഗുണം? അത് നമുക്ക് നമ്മുടെ കൂടെയുള്ളവരുമായിട്ട് പങ്കുവെക്കാനും ആ പ്രിപ്പയർനെസ്, നമ്മുടെ മേഖലയ്ക്ക് ആവശ്യമുള്ള പ്രിപ്പയർനെസ് ഒരുക്കാനും കഴിയും. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം വരുമ്പോ അപ്പോഴേക്ക് നമ്മുടെ സ്ഥാപനങ്ങള്, നമ്മുടെ ഡോക്ടർമാര്, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗങ്ങള്, നമ്മുടെ ഇനി അക്കൗണ്ട്സ്, HR ഡിപ്പാർട്ട്മെന്റ്, എന്തിന് സാനിറ്റേഷൻ ഉൾപ്പെടെയുള്ള ഏത് മേഖലയിലും അതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്താൻ നമുക്ക് ഈ വിവരങ്ങൾ അറിഞ്ഞാൽ സാധിക്കും. ഇങ്ങനെയൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഇൻഷുറൻസിന്റെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നത്. എന്നോട് ഒരു നമ്മുടെ ഒരു സംഘടന ചർച്ചകൾ നടക്കുമ്പോൾ ഒരു മെമ്പർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തുടങ്ങിയത് മുതൽ പറയുന്നതാണ് ഈ ഇൻഷുറൻസ്, നിങ്ങൾക്ക് ഇത് നിർത്താനായിട്ടില്ലേ? കാരണം തുടങ്ങുന്ന കാലത്ത് 2006-2007 കാലഘട്ടത്തില് HMA ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ആയുർവേദ ഈസ് എന്നാണ് ഡിസ്കാർഡഡ് എന്ന് പറഞ്ഞിട്ട് സീലടിക്കുന്ന കാലഘട്ടമായിരുന്നു. നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കണം. 2007, 2008, 2009, 2010 എല്ലാവരും കൂടിയിരിക്കുന്ന സത്യവായ ഡോക്ടർ അടക്കമുള്ള ജയപ്രകാശ് ഡോക്ടർക്കൊക്കെ അന്ന് ആയുർവേദ ഡിനൈഡ് എന്ന് പറഞ്ഞൊരു സീലാണ് ഈ ഇൻഷുറൻസ് കമ്പനി. ഇതെങ്ങനെ മാറിയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് മാറിയതിന്റെ പിന്നിൽ ഇത്തരം ഒരു സംഘടനാ കൂട്ടായ്മക്കുള്ളിലെ ചർച്ചകളും അതിൽ നിന്ന് ഏകീകരിച്ച സ്റ്റാൻഡർഡൈസേഷൻ പ്രോട്ടോകോളുകൾ ചെറുകിട സ്ഥാപനങ്ങളെ മുതൽ ഒരു മീഡിയം ലെവലിലുള്ളവരെ, അതുപോലെ ഏറ്റവും ഉയർന്ന ഒരു 2 ബെഡ് മുതൽ 500 ബെഡ് വരെ ഉള്ള സ്ഥാപനങ്ങൾ ഒരേ കുടക്കീഴിൽ അണിനിരക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ. അപ്പൊ നമുക്ക് വൻകിടക്കാരായിട്ടുള്ള ആൾക്കാരും വളരെ ചെറുകിട മൈക്രോ ലെവലിലുള്ള ആൾക്കാരും ക്ലിനിക് അടക്കം ഇതിന്റെ ആരും ഹെസിറ്റേറ്റ് ചെയ്ത് മാറിയിട്ടണ്ട. വലിയ ഇത് ഒന്നുമല്ല, ഈ ചെറുതിൽ നിന്ന് വന്നവരാ, എല്ലാവരും വലുതായവരാണ്. അപ്പൊ ഈ 2 വിഭാഗം, എല്ലാ വിഭാഗത്തെയും കൂട്ടിയിരുത്തി നിരവധി വർക്ക്ഷോപ്പുകൾ നടത്തി. എന്താ വർക്ക്ഷോപ്പ് നടത്തിയെന്നറിയോ? എങ്ങനെയാണ് ഇതിന്റെ ഏകദേശം 100-120 പ്രൊസീജിയറുകൾ ഉണ്ട്. നിങ്ങൾ ഇപ്പൊ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ബില്ലുകളുടെ റേറ്റുകൾ ഇങ്ങനെ പ്രദർശിപ്പിക്കണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ എണ്ണി നോക്കുക നമ്മളെ ആസ്പത്രിയിൽ എത്ര പ്രൊസീജിയറുകൾ ഉണ്ട്. ഈ പ്രൊസീജിയർക്ക് ഒന്നും സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടായിരുന്നില്ല. എത്ര സമയം ചെയ്യണം, എത്ര പേർ ചെയ്യണം, എങ്ങനെയാണ് അതിന്റെ റേറ്റ് കണക്കാക്കുക, എന്തൊക്കെ കോമ്പണൻസ് ചേർത്തിട്ടാണ് ഇതിനൊരു കോസ്റ്റിംഗ് കൊണ്ടുവരിക. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സയൻസ് ആണ്. അത് നടത്താൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അത് ഈ സംഘടനയാണ് ഈ പറഞ്ഞ രീതിയിലേക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ഒരു അഭ്യംഗമാണെങ്കിൽ അതിന് എന്തൊക്കെ കോമ്പനന്റുകൾ വേണമെന്നും അതിന് ശാസ്ത്രീയമായിട്ടുള്ള റേറ്റുകളും അതിന്റെ ഉപയോഗിക്കേണ്ട ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകളും വെച്ചുകൊണ്ട് ആയുഷ് ഡിപ്പാർട്ട്മെന്റിന് ആദ്യമായി, അതും കണ്ണൂരാണ് തുടക്കം കുറിച്ചതെന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി പറ്റും. അന്ന് ജലജ എന്ന് പറയുന്ന മലയാളിയായ ഒരു IAS ഓഫീസർ ആയുഷിന്റെ ഡയറക്ടറായി ഉണ്ടായിരുന്ന ഒരു സെക്രട്ടറിയായി ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ ജനാർദ്ദൻ പാണ്ഡെ എന്ന് പറയുന്ന ഒരു ആയുഷ് അഡ്വൈസർ ഇവിടെ അവിചാരിതമായി കണ്ണൂർ വരാനിടയിൽ. അന്ന് അദ്ദേഹവുമായി സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഉടൻ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെന്നും നമ്മൾ നേരെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ബേബികൃഷ്ണൻ ഡോക്ടറുമായിട്ട് അവരെ കണക്ട് ചെയ്യുകയും അദ്ദേഹം ഇവിടുന്ന് ഡൽഹിക്ക് പോകുന്നതിന് മുമ്പേ എറണാകുളത്ത് വെച്ച് നമ്മുടെ സംഘടനാ മീറ്റിംഗ് അദ്ദേഹത്തെ കൂടി ഇരുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ളവർ വരുമ്പോ ഒക്കെ നമ്മൾ അവരെ കൂടി ഇരുത്തിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയല്ലേ. അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി, HMA ഒരു രീതി. ചർച്ച ചെയ്തപ്പോ അദ്ദേഹം ഡൽഹി പോയിട്ട് ഇത് ചോദിച്ചു, ഇന്ന കാര്യങ്ങളിലാണ് അവ്യക്തതകൾ, അത് ചെയ്യാൻ പറ്റുമോ? നമ്മൾ വർക്ക്ഷോപ്പുകൾ നടത്തി, ഏകീകരിച്ച ലിസ്റ്റ് കൊടുത്തു, ഏകീകരിച്ച ക്രമങ്ങൾ കൊടുത്തു. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പ്രോട്ടോകോൾ കൊണ്ടുവന്നു. ആദ്യമായി ആയുഷ് ഡിപ്പാർട്ട്മെന്റിന് HMA സമർപ്പിച്ച ഇതാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ അംഗീകരിക്കുകയും ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിലേക്ക് HMA ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യമായി ആയുർവേദം കൂടി അംഗീകരിക്കാനുള്ള ഒരവസ്ഥ വന്നത്. അംഗീകരിക്കാൻ ഉള്ള ഒരവസ്ഥ. പിന്നീട് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട്.
പല പല കാരണം നിരവധി ഗ്രൂപ്പ് ഇതുണ്ട്. ഞാൻ ഒരു വർഷം മുമ്പേ പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതിന്റെ ഇന്റർനാഷണൽ ഇൻഷുറൻസ് കമ്പനികളും ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികൾ അടക്കം ഉള്ളവരെ പ്രധാനമന്ത്രിയുടെ ഒരു നിർദ്ദേശപ്രകാരം പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ആര് വന്നാലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഡൽഹി കാണിച്ചു കൊടുക്കണം. ആര് ഇന്ത്യയിൽ വന്നാലും. എന്തിനാ വെച്ചാൽ അത് കണ്ടു കഴിഞ്ഞാൽ ഇംപ്രസ്ഡ് ആവും ആൾക്കാർ. അത്രയും സംവിധാനമാണ്. നമ്മൾ വിചാരിക്കും കേരളത്തിലാണ് ആയുർവേദത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ. നല്ല 4:30 മുതൽ ക്യൂ ആണ്. തൃശ്ശൂർ പൂരം പോലെ ക്യൂ ആണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവിടെ മുഴുവൻ സൊഫിസ്റ്റിക്കേറ്റഡ് സംവിധാനങ്ങളാണ്. ഇന്ത്യയിൽ വരുന്ന ഏത് ഗസ്റ്റിനും, അതൊരു രാജ്യത്തലവനാവട്ടെ, അംബാസിഡർ ആയിക്കോട്ടെ, ഏത് മേഖല, ഇത് കാണിച്ചു കൊടുക്കണം അദ്ദേഹം. ഇത് കാണുമ്പോ ആയുർവേദം എത്രമാത്രം സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. ഈ വിദേശികളല്ല, ഞങ്ങൾ അവരെ കൂടെ നടന്നിരുന്നു. ഞങ്ങൾ അവരെ കൂടെ അത് മുഴുവൻ നടന്ന് കണ്ട് അതെന്തിനാ വെച്ചാൽ അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ. ആ ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞ് അവര് അപ്പൊ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഈ ഇൻഷുറൻസ് ഇങ്ങോട്ടേക്ക് പോർട്ട് ചെയ്തെടുക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളിലേക്ക് ചർച്ച ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയൊരു ഒരു ഒരു കാഴ്ചപ്പാട് ഇതില് വളരെ അനുകൂലമായി മാറിയിട്ടുണ്ട്. അപ്പോ ഈ റിജക്ഷൻസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓംബുഡ്സ്മാന് നേരിട്ട് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ള റിജക്ഷൻ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വരുന്ന റിജക്ഷൻ അല്ല. ഏതെങ്കിലും കമ്പനികൾ ബോധപൂർവമായി ഇൻഷുറൻസ് റിജക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഒന്നൊരു ഓംബുഡ്സ്മാന് കത്തയക്കുക, ഒന്ന് ആയുഷിന്റെ ഇതിന്റെ ചുമതലയുള്ള അഡ്വൈസർക്ക് കത്തയക്കുക. അത് കത്തയച്ചാൽ അവര് കേസ് ബൈ കേസ് വേണമെങ്കിൽ എടുക്കും. അങ്ങനെ കുറച്ച് റിജക്ഷൻ വന്നിട്ട് ഞങ്ങൾ ഒരു 2-3 കേസ് ഇതുപോലെ ആയുഷിന് അയച്ചു കൊടുത്തു. പിന്നീട് റിജക്ഷന്റെ എണ്ണം വളരെ കുറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സുകൾ, നമ്മുടെ സ്ഥാപനത്തിന്റെ ഇന്റേണൽ ക്വാളിറ്റി, ഇൻഷുറൻസ് അറ്റൻഡ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ, ഇതിനായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ഞാൻ ഇൻഷുറൻസിനെ പറ്റി മാത്രം സൂചിപ്പിച്ചു. ഇതേപോലെയാണ് MSME എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ഉത്പാദക കേന്ദ്രങ്ങൾ മാത്രമാണ്. നമ്മൾ അതിന്റെ ഡയറക്ടറെ കണ്ടപ്പോ നമ്മൾ പറഞ്ഞു, സാർ ഒന്ന് ഞങ്ങളുടെ മീറ്റിംഗിൽ വന്നിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പിന്നെ GS പ്രകാശ് സാർ ഇതിന്റെ MSMEയുടെ ഡയറക്ടർ, അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം. ഞാൻ പറഞ്ഞു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, 10-60 സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എല്ലാവരും ഒരു വ്യക്തിയല്ല, നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥാപനങ്ങളാണ്. ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ എത്ര ആൾക്ക് തൊഴിൽ കൊടുക്കുന്നവരാണ് ഈ ആശുപത്രി മാനേജ്മെന്റ്. മാർക്കറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഗവൺമെന്റ് റെഡിയാണ്. പക്ഷെ നമുക്ക് ഈ കണക്ടിവിറ്റി ഇല്ല. ഈ കണക്ടിവിറ്റി എങ്ങനെയാ വരിക? നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പോരാടുമ്പോൾ നമുക്ക് കൂട്ടായിരിക്കുമ്പോഴാണ്. ഇപ്പൊ ഇടൂഴിയിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ആപ്തശ്രീയിൽ പറയും, ഉൾമാട്ടൂരിൽ എന്ത് സംഭവിച്ചു. നമ്മൾ പരസ്പരമുള്ള ഒരു ആരോഗ്യകരമായ വളർച്ചയാണ്. ആരോഗ്യകരമായ മനുഷ്യരുണ്ട്. ഒരിക്കലും അതിനെ അൺഎത്തിക്കലായിട്ടുള്ള രീതിയില്ല. ഞങ്ങളുടെ പലതും പരസ്പരം കൈമാറിയിട്ട് വളർന്നവരായതാണ്. നല്ല ക്വാളിഫൈഡ് ഡോക്ടേഴ്സും ക്വാളിഫൈഡ് ടെക്നീഷ്യൻസും ഉള്ള എത്തിക്കൽ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്ന ആയുർവേദ ആശുപത്രികളെ ഇന്ന് സമൂഹത്തിന് ആവശ്യമുണ്ട്. തുളിക്കോട്, തിരുവനന്തപുരത്ത് തുളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അവര് അത്രയും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കേരള ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടിയ ഒരു സ്ത്രീയാണ്. അവർ നടക്കുന്ന എന്റർപ്രണർഷിപ്പ് ഉള്ള ഒരു ഇത് അവിടെ പിന്നെ ഇത് കയറി ആക്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് നമ്മുടെ ഈ നിയമം ഉണ്ടായെന്ന് വെച്ചിട്ട് ഇത് താഴെ തട്ടിൽ അറിഞ്ഞോണ്ടൊന്നുമില്ല. ഉടൻ നമ്മൾ പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ ഇടപെട്ടു, മിനിസ്ട്രിയിൽ ഇടപെട്ടു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യമായി ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചതിന് കേസെടുത്ത് FIR ഇട്ട് കേസെടുത്തത് ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. അത് AHMA കൊടുത്ത പരാതിയിലാണ്. AHMA മുഖ്യമന്ത്രിക്കും DGPക്കും കൊടുത്ത പരാതി തിരുവനന്തപുരത്തെ തുളിക്കോട് എന്ന് പറയുന്ന ആശുപത്രി ആക്രമിച്ചതിന് അവിടുത്തെ പഞ്ചായത്ത് അധികൃതർക്കെതിരെ കേസ് കൊടുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. സംഘടിതമായി നിന്നാലുള്ള ഗുണമാണ് ഞാൻ പറയുന്നത്. സംഘടിതമായി ഒരു പ്രശ്നം അവിടെ സംഭവിച്ചില്ല. പിന്നീട് അവര് പഞ്ചായത്ത് താഴെ തട്ടുന്ന കുറച്ച് ആൾക്കാരെ കൂട്ടി ഒന്നും സംഭവിക്കാൻ കഴിയില്ല. കാരണം അത് നിയമപരമായി നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമുക്കത് നടത്താൻ വേണ്ടി പറ്റും. അതുപോലെ ചില രജിസ്ട്രേഷൻ MSME ആ രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് പിന്നെ ലോക്കൽ ബോഡി രജിസ്ട്രേഷൻ ഇല്ലാതെ 3 വർഷം വരെ നമുക്ക് ഈ ഇത്തരം സംരംഭങ്ങൾ, ക്ലിനിക്കായോ ആശുപത്രി സംരംഭങ്ങളോ ഒക്കെ തുടങ്ങാനുള്ള സാഹചര്യം ഇന്നുണ്ട്. ഞാൻ കൂടുതൽ, കാരണം ഈ ക്ലാസ്സിനാണ് പ്രാധാന്യം, പക്ഷെ നിരവധി വിഷയങ്ങൾ ഇതുപോലുള്ള അത് വേജസ് വിഷയത്തിലായാലും നിങ്ങൾക്കറിയോ എന്നല്ല, ഞാനും അരവിന്ദാക്ഷൻ ഡോക്ടറും ലക്ഷ്മണൻ ഡോക്ടറും ഞങ്ങള് ഇവിടുത്തെ പയ്യാമ്പലത്തെ ഇത് അന്ന് കൊയിലൻ ഡോക്ടർ ഉണ്ടായിരുന്നു. പയ്യാമ്പലത്തെ ഇതില് ഒരു ഗുരുദാസൻ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പോയി. ഞങ്ങൾ അവിടുന്ന് പുറത്താക്കി.
ഞങ്ങളെ അവിടുന്ന് പുറത്താക്കി ഞങ്ങളെ ആൾക്കാർ. അതായത് നിങ്ങൾ ഇതൊന്നും ഇവിടെ പറയേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഹൈക്കോടതിയിൽ പോയി നമ്മൾ സ്റ്റേ വാങ്ങി. എന്നിട്ട് ഈ മുഴുവൻ സ്ഥലത്തും PK ഗുരുദാസൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇന്ന് ഇതേ കമ്മിറ്റിയിൽ കേരളത്തിന്റെ വ്യവസായ ബന്ധ കമ്മിറ്റിയിൽ ഇന്ന് AHMയുടെ പ്രസിഡന്റ് ഡോക്ടർ സനൽകുമാർ കുറിഞ്ഞിക്കാട്ടിൽ അതിന്റെ മെമ്പറായിരിക്കുന്നു. അന്ന് ആയുർവേദത്തിലെ ഒരാളെ അങ്ങോട്ട് കയറ്റിയിട്ടില്ല. ഇതാണ് മാറ്റം. ഈ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് മാറ്റം. പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞു, നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ നമ്മൾ അറിയും. ചിലപ്പോൾ നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയാൻ ശ്രമിച്ചാൽ നമ്മൾ ഇതറിയും. ഇതെന്താ വെച്ചാൽ എല്ലാവരും തിരക്കുള്ളവർ. നമ്മളൊന്നും മറ്റൊരു സംഘടനയെ പോലെ അല്ല ഇത്. കാരണം എല്ലാവരും രോഗികളുമായി തിരക്കുള്ളവരാണ്. ഈ മേലെ തട്ടിലെത്തുന്നതിന് അവര് ഇതിനേക്കാൾ തിരക്കുള്ള ക്ലിനിഷ്യന്മാരൊക്കെ തന്നെയാണ് എല്ലാവരും. അപ്പൊ ഒരു ചെറിയൊരു സമയം സംഘടന മറ്റുള്ളതുപോലെ വേസ്റ്റ് ആവില്ല. ഇത് ഞാൻ ഉറപ്പ് നൽകാം. ഇപ്പം ഇതുവരെ ഇതുമായി ഏകദേശം 700ഓളം മെമ്പർഷിപ്പ് വന്നു. കണ്ണൂർ ജില്ലയിൽ 20ഓളം മെമ്പർഷിപ്പ് ഓൾറെഡി ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി 10 മെമ്പർഷിപ്പ് കൂടി വരാനുണ്ട് എന്നാണ് കേട്ടത്. അപ്പൊ അറിഞ്ഞ ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട്. അത് ആൾക്കാരെ കൂട്ടലൊന്നും ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യമല്ല. HMയെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരെ കൂട്ടലൊന്നുമില്ല, നിലപാടുകൾ കൃത്യമായി ഉണ്ടാക്കുക. മിനിഞ്ഞാന്ന് ആയുഷ് മിനിസ്ട്രി വിളിച്ചുകൂട്ടിയ ഒരു യോഗത്തിൽ വെച്ച് HMയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന് ഇന്ത്യയിൽ ഒരു പോളിസി ഇല്ല. അതിന്റെ ഒരു പ്രശ്നം വന്നപ്പോ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് അലോപ്പതിയിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പൊ ആയുർവേദത്തിൽ കൈകാര്യം ചെയ്തത്. അതായത് നിങ്ങള് ഒരു ആലേപം ഇടുമ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സ ചെയ്യുമ്പോഴോ ഡയഗ്നോസ് ചെയ്യുമ്പോഴോ ഏതെങ്കിലും ഒരു ബോഡി കോണ്ടാക്ട് ഫ്ലൂയിഡ് അല്ലെ കോണ്ടാക്ട് വരുന്ന അതൊക്കെ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ പരിധിയിൽ വരുന്ന. അപ്പൊ നമ്മൾ ചിലപ്പോൾ സ്വേദന പ്രക്രിയകൾ ചെയ്യും. അത് നമ്മൾ പഞ്ചകർമ്മ തിയേറ്ററുകളിലും ചെയ്യും, ചിലപ്പോൾ നമ്മുടെ റൂമിലും ചെയ്യും. അപ്പൊ ഈ റൂമിൽ ചെയ്യുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് ആണോ? പഞ്ചകർമ്മ റൂമിൽ ചെയ്താൽ മാത്രമേ ബയോമെഡിക്കൽ വേസ്റ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനൊന്നും അതുപോലെ ഈ സ്വെറ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് ആണോ? വേസ്റ്റ് ആണെങ്കിൽ എങ്ങനെയാ ഇത് തീരുമാനിക്കുന്നത്? ഇപ്പൊ IMA ആണ്. ഇത് മാറണം, IMA ആണ്. കാരണം അത് മോഡലിൽ മാത്രമേ ഇപ്പൊ അതുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഒരു മീറ്റിംഗ് പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേജിലാണോ എന്നറിയില്ല. എന്ത് തന്നെയായാലും കഴിഞ്ഞ ആഴ്ച 2 ദിവസം മുമ്പ് ഇത് വെച്ചു. അതിന്റെ ഒരു ദേശീയ സമിതി ഇതാക്കിയിട്ട് 5 അംഗ സമിതി ആയുഷ് സെക്രട്ടറി തന്നെയാണ് അത് നോമിനേറ്റ് ചെയ്തത്. അതിലൊരു മെമ്പർ എന്നുള്ള HMയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള ഞാൻ അതിലൊരു മെമ്പറാണ്. അപ്പൊ ഈ മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പലരുമായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. നിങ്ങളുമായിട്ടും ഒക്കെ എങ്ങനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് ആയുർവേദ രംഗത്തുള്ളതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞ ഒറ്റൊരു കാര്യമുള്ളൂ, പുതിയ ഗൈഡ് ലൈൻ വേണം, ആഡഡ് ഗൈഡ് ലൈൻ വേണം. കാരണം ഇപ്പോഴുള്ളത് അലോപ്പതി ഹോസ്പിറ്റലിൽ ഹോൾഡ് ആവുന്ന തരത്തിലാണ്. പക്ഷെ നമുക്ക് ആയുർവേദത്തിന്റെ പ്രത്യേകതകൾ പഠിച്ച് നമുക്ക് തന്നെ സൊല്യൂഷൻ കൊടുക്കണം. സൊല്യൂഷൻ തരാനല്ല. അവിടെ CPCBന്റെ ആൾക്കാരുണ്ടായിരുന്നു, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അധികൃതരുണ്ടായിരുന്നു, CCRS ഡയറക്ടർ ഉണ്ടായിരുന്നു. എല്ലാവരും ഇരുന്ന മീറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് കാരണം നമ്മൾ 30 കൊല്ലോ 50 കൊല്ലോ ഒക്കെ ആയുർവേദ ഹോസ്പിറ്റലിൽ നടത്തിയവരാണ്. നമ്മുടെ AI കൊണ്ടുവന്നുകൊണ്ട് നമുക്കൊരു ക്ലിനിക്കൽ അസിസ്റ്റന്റ് ആയി ഒരു AI കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഡാറ്റയെ യൂണിഫോം ചെയ്താൽ, ഡാറ്റയുടെ ക്വാളിറ്റി കൂട്ടിയാൽ, ഇതാണ് സംഘടന ആലോചിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അങ്ങനെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആയുർവേദത്തിൽ ആവശ്യപ്പെടുന്ന എല്ലാ മേഖലകളിലും എങ്ങനെ AI 2 ആഴ്ച മുമ്പ് ഒരു അനുഭവം ഉണ്ടായി. ഇവിടെ റെഡിഫിന്റെ ഫൗണ്ടറായിട്ടുള്ള അജിത് ബാലകൃഷ്ണൻ സാറും അതുപോലെ തന്നെ ഇൻഫോസിസിന്റെ ഗ്ലോബൽ ഹെഡ് ആയിട്ടുള്ള ബ്രിജേഷ് ബാലകൃഷ്ണൻ സാറും ഇവിടെ നോർത്ത് മലബാർ ചേംബറിൽ വന്നിരുന്നു. ഞാനും പ്രപഞ്ച ഡോക്ടറും അതിൽ പങ്കെടുത്തിരുന്നു. അതില് ഞങ്ങൾ ഒരു ആയുർവേദത്തിന്റെ ഒരു ഇത് ആവശ്യപ്പെട്ടപ്പോ അദ്ദേഹം ഈ ആയുർവേദ AI ടൂൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ ഒരു നല്ല തുക ഈ മേഖലക്ക് വേണ്ടി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി ചെലവഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് കണ്ണൂരുള്ള IT ക്ലസ്റ്ററുമായി AHMA സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല രീതിയിൽ വരികയാണെങ്കിൽ അത് സംസ്ഥാന തലത്തിലേക്കും. അപ്പോഴാണ് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞത് WHO ഈ ഒരു നീക്കം നടത്തുന്നുണ്ട്, ഡോക്ടർ ഈ ഒരു നീക്കം അവിടെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഞാനത് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ രംഗത്ത് പല സ്ഥലത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്താൽ നമ്മുടെ സ്ഥാപനം പ്രശ്നരഹിതമായി നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മുടെ സ്ഥാപനം ഗ്രോത്ത് ആവണം. ആ ഗ്രോത്ത് കൃത്യമായ ഇടപെടലുകൾ ഇതാക്കണം. നമ്മുടെ സ്റ്റാഫുകൾക്ക് നമുക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റണം. എല്ലാ അർത്ഥത്തിലും നമ്മുടെ വളർച്ച വിസിബിൾ ആയിരിക്കണം. ഒരു ആയുർവേദ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ അഭിമാനപൂർവ്വം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയണം. അത്
അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ രീതിയിൽ ഞാൻ കൂടുതൽ, കാരണം നമ്മുടെ ക്ലാസ് ആണ് ഏറ്റവും പ്രധാനം, അതുകൊണ്ട് എന്നാലും സംഘടനയുടെ ഒരു പ്രാധാന്യം, സംഘടന വളർന്നു വന്ന രീതികൾ, സംഘടനയുടെ എങ്ങനെയൊക്കെയാണ് സംഘടനയായിട്ട് ബന്ധപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ഒരു ചെറിയൊരു ചിത്രം വരച്ചു കാട്ടാനാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത്. ഒരു റിക്വസ്റ്റും കൂടിയുള്ളൂ, കണ്ണൂർ ജില്ല വളരെ ശക്തമായ കഴിഞ്ഞ ഒരു വർഷത്തെ പരിപാടികൾ വളരെ ശക്തമായ രീതിയിൽ നടത്തിയ ഒരു ഇതാണ്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പക്ഷെ 5-8 ആൾക്കാര് അവരെപ്പോഴും വിളിച്ച ആ 8 ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു 10 ആൾ കൂടി വന്നാൽ നമ്മൾ അത്രയും സ്ട്രോങ് ആവും. ഇത് എണ്ണം കൊണ്ട് കാണിക്കാനൊന്നുമില്ല, ഉള്ളത് വളരെ ക്വാളിറ്റി ഉള്ളതായാൽ മതി, നമുക്ക് എന്ത് മാറ്റങ്ങളും ചെയ്യാൻ പറ്റും. എന്ത് തിരക്കുണ്ടെങ്കിലും കൂടെ മീറ്റിംഗ് ഒന്നും വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല. പക്ഷേ കൃത്യമായിട്ട് ഒരിടവേളകളിലോ 1-2 മാസം കൊടുക്കുള്ള മീറ്റിങ്ങുകൾ നമ്മൾ ഒരുമിച്ച് നിന്നാലേ, കാരണം ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂരെ വരാൻ പോകുന്നത്, നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നേരത്തെ പറഞ്ഞ കണ്ണൂർ ദ ഒതന്റിക് ലാൻഡ് ഓഫ് ആയുർവേദ എന്നുള്ള രീതിയിൽ, കണ്ണൂർ ആധികാരിക ആയുർവേദ നഗരം എന്നുള്ള രീതിയിൽ, എന്നുള്ള രീതിയിൽ ഒരു വലിയ ക്യാമ്പയിന് ആയുർവേദ ലോകം മാത്രമല്ല പുറം സമൂഹത്തെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്താനാണ് പോകുന്നത്. അതിന്റെ ഗുണം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും കിട്ടും, എല്ലാ സ്ഥാപനങ്ങൾക്കും കിട്ടണം. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇതാക്കിയിട്ട് ആദ്യ കാലഘട്ടത്തില് ആദ്യത്തെ ഇവിടുത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് ലക്ഷ്മൺ ഡോക്ടർ പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായിട്ടായിരുന്നു. രണ്ടാമത് ലക്ഷ്മൺ ഡോക്ടറുടെ വിയോഗശേഷം അരവിന്ദാക്ഷൻ ഡോക്ടറും ഞാൻ എന്നുള്ള രീതിയിൽ വന്നു. അതിനുശേഷം അന്തർ ഡോക്ടറും പ്രപഞ്ച ഡോക്ടറും എന്നുള്ള രീതിയിൽ വന്നു. സംഘടന കൃത്യമായ ഇടപെടലുകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു സംഘടനയുമായിട്ടുള്ള ഒരു ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആയുർവേദ മേഖലയെയും നമ്മുടെ സ്ഥാപനങ്ങളെയും വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സംഘടനാ ശക്തി ഉപയോഗിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വൈകുന്നേരത്തെ ഈ ഒരു സമയത്തും ഇവിടെ എത്തിച്ചേർന്നതിന് എല്ലാവരും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്കറിയാം ആയുർവേദ ട്രീറ്റ്മെന്റ്സിന് 25% ഓഫ് ദി സം അഷ്വേർഡ്, 10% ഓഫ് ദി സം അഷ്വേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതായത് 1 ലക്ഷം കവറേജ് പോളിസി എടുത്തേക്കുന്ന ഒരാൾക്ക് ജസ്റ്റ് 10,000 റുപ്പീസ് മാത്രം ഒരു ട്രീറ്റ്മെന്റിന് എടുത്ത ശേഷം ബില്ല് റീഇംബേഴ്സ്മെന്റ് കിട്ടിയിരുന്ന ഒരു ടൈം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏപ്രിൽ 1-ാം തീയതിയിലെ ഗസറ്റിന്റെ നോട്ടിഫിക്കേഷനോടുകൂടി ഇല്ലാണ്ടായി. ഇന്നും പല ഹോസ്പിറ്റൽസിലും ഞാൻ ഈ ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ എല്ലാ ജില്ലകളിലും തന്നെ 1-2 ഹോസ്പിറ്റൽസുമായിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ എന്തൊക്കെയാണ് റിജക്ഷൻസ്, അതിന്റെ റീസൺസും എല്ലാം ചോദിച്ചറിഞ്ഞിട്ടാണ് ഇന്നിപ്പോ ഈ ഒരു കാര്യത്തിൽ ക്ലാസ് എടുക്കാനായിട്ട് വന്നേക്കുന്നത്. അപ്പൊ അതില് പല ഈ പറഞ്ഞ 25% ഓഫ് ദി സം അഷ്വേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ നോട്ടിഫിക്കേഷൻ വന്ന ഏപ്രിൽ 1-ാം തീയതി അത് എന്താണെന്നാണ്. പക്ഷെ ഈ കമ്പനീസ് വീണ്ടും എക്സ്റ്റൻഷൻ ചോദിച്ചു. ഞങ്ങളുടെ നിലവിലുള്ള പോളിസികൾ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഈ 10% അല്ലെങ്കിൽ 25% എന്നുള്ള ആ ഒരു പോളിസി കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്റ്റ് ചെയ്തേക്കണേന്ന് പറയും. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഈ പോളിസി റിന്യൂ ചെയ്യാൻ നേരത്തെ ചോദിക്കും, നിങ്ങൾക്ക് ക്ലാസിക്കൽ പോളിസി നിൽക്കണോ അതോ ഇതിന്റെ ന്യൂവർ വേർഷനിലേക്ക് കയറണോ. ചിലരത് റിജക്ട് ചെയ്യും. പക്ഷെ വീണ്ടും 2024 സെപ്റ്റംബർ 1-ാം തീയതി ഉള്ള IRDയുടെ ആ ഒരു കട്ട് ഓഫ് ഡേറ്റിന് ശേഷം ഇങ്ങനത്തെ പോളിസീസ് ഇല്ല, അറ്റ് പാർ എന്നുള്ളത് തന്നെയാണ്. അതായത് ആയുഷ് സിസ്റ്റംസിലുള്ള ട്രീറ്റ്മെന്റിന് അറ്റ് പാർ അതേ സെയിം പാരിറ്റിയിൽ അലോപ്പതിക് സെക്ടറിലോ മോഡേൺ സെക്ടറിലോ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ ആയുഷ് സിസ്റ്റംസിനും കൊടുക്കണം. അത് ആയുർവേദം മാത്രമല്ല, അതിനകത്ത് എല്ലാം ആയുഷ് സിസ്റ്റംസ് എല്ലാം വരും. ശരിക്കും പറഞ്ഞാൽ അതിന്റെ അകത്തുള്ള കീ ഹൈലൈറ്റ്സ് മാത്രമാണ് കൊടുത്തേക്കുന്നത്. അവിടെ നമ്മൾ ഈ ടേം അറ്റ് പാർ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ അവിടെ കൺസൾട്ട് ചെയ്തു. അവർ പറയുന്നു എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു വെയിറ്റിംഗ് ടൈം 48 to 78 hours ആണ്. അതായത് കൺസൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ദിവസം തന്നെ അവരോട് അഡ്മിഷൻ സജസ്റ്റ് ചെയ്യുക. നമ്മളത് റിട്ടേൺ ആയിട്ടോ പ്രിന്റഡ് ആയിട്ടോ അവർക്കത് കൊടുക്കുക. ഇന്ന ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഡയഗ്നോസിസ് അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ടെസ്റ്റുകൾ ചെയ്യാനുള്ളത് അയച്ചു കൊടുക്കുക. വന്ന ശേഷം വീണ്ടും ഇതേ പ്രോസസ് തന്നെ അഡ്മിഷൻ സജസ്റ്റ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം എഴുതുക. എന്നിട്ട് അവര് അതിന്റെ ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ അതിനൊരു ഓരോ സൈറ്റിനും ഓരോ കമ്പനിക്കും അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. ഇപ്പം ICICI ലൊംബാർഡ് പോലെയുള്ള കമ്പനികളൊക്കെ HDFC അടക്കമൊക്കെ അവരുടെ ആപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ആ ആപ്പിൽ ത്രൂ ഇപ്പം ക്ലെയിം സെറ്റിൽമെന്റ് എല്ലാം ഈസിയായിട്ട് നടക്കും. അതിലൂടെ ഈ ക്യാഷ്ലെസ് എവരിവെയർ എന്നുള്ള ഇനിഷ്യേറ്റീവിൽ എടുത്തു കഴിഞ്ഞാൽ സെയിം പ്രൊസീജിയർ അത് ആ പേഷ്യന്റ് തന്നെയാണ് ആദ്യം ഫോളോ ചെയ്യുക. പേഷ്യന്റ് ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക.
എടുക്കാനുള്ള ഒരു പ്രിയോത്ത് അവർ കൊടുത്തിട്ടുണ്ടാവും, ക്ലെയിം നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ പേപ്പേഴ്സുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ക്യാഷ്ലെസ് എവരിവെയർ എന്നുള്ള സംഭവം നടപ്പിലാവുന്നേ ഉള്ളൂ. എന്റെ ഹോസ്പിറ്റലിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഈ കേസ്. അതിന്റെ ഗൈഡ് ലൈൻസ് ആണ് ഞാൻ ഇപ്പോൾ ഈ തന്നിരിക്കുന്നത്. നിങ്ങൾ കോപ്പി എടുത്ത് വെക്കണമെന്നില്ല, ജില്ലാ സെക്രട്ടറി ത്രൂ എല്ലാം ഗ്രൂപ്പുകളിലേക്ക് അത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എഫക്റ്റീവായിട്ട് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് ചെയ്ത് ഇരുന്നാൽ മാത്രമേ വീണ്ടും കേസസ് വരുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ 7 or 15 ഡേയ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് വന്നോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ക്യാഷ്ലെസ് അല്ലാത്ത കേസുകൾ, റീഇംബേഴ്സ്മെൻറ്റ് കേസസ്, ഈ റീഇംബേഴ്സ്മെൻറ്റ് കേസസ് നമുക്ക് ഇന്നും വിടാറായിട്ടില്ല. റീഇംബേഴ്സ്മെൻറ്റിലൂടെയും പോകേണ്ടത് എന്തായാലും വരും. കാരണം എല്ലാ കേസസും ക്യാഷ്ലെസ്സിൽ കയറില്ല എന്നുള്ളത് ഒരു കാര്യവും കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഓർ ഡിനൈഡ് ക്യാഷ്ലെസ് റിക്വസ്റ്റ്, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ കേസും ചിലപ്പം ക്യാഷ്ലെസ്സിൽ അവർ പ്രിയോത്ത് എടുക്കില്ല. അവർ പറയും നിങ്ങൾ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാരണം നിങ്ങൾക്ക് ഇത് ക്യാഷ്ലെസ് ആയിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയും. ദെൻ 2026 ഇതനുസരിച്ച് ഈസിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കാര്യം, ഇൻറ്റിമേഷൻ, നോട്ടിഫൈ ദി TPA ഇമ്മീഡിയറ്റ്ലി ടു ഗെറ്റ് എ ക്ലെയിം ഇൻറ്റിമേഷൻ നമ്പർ. പലപ്പോഴും നമ്മൾ ഡിസ്ചാർജ് ആവുന്ന സമയത്തായിരിക്കും ഈ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള കാര്യം പോലും പല പേഷ്യൻസും പറയുന്നത്. അത് റിജക്ഷൻ്റെ ഒരു മെയിൻ റീസൺ ആണ്. ആദ്യം തന്നെ നമ്മളുടെ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ നമ്മളൊന്ന് ചോദിക്കുക, ഇൻഷുറൻസ് ഉള്ളതാണോ എന്ന്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കൂട്ടി വെക്കാനല്ല എന്ന് റിസപ്ഷനിലുള്ളവരൊന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കാരണം നമ്മൾ അവിടെ റേറ്റ് ഇട്ടിട്ടുണ്ട്, കമ്പനികൾക്കും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. രോഹിണി ID എടുക്കുമ്പോഴും നമ്മൾ റേറ്റ് ലിസ്റ്റ് നേരത്തെ ചോദിക്കുക, ഇപ്പം എനിക്ക് ചോദിക്കുമെന്ന് അറിയില്ല. അന്ന് ഒരു എക്സൽ ഷീറ്റിൽ ഈ റേറ്റ് ലിസ്റ്റും ചോദിക്കുമായിരുന്നു. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൽ നമ്മൾ ഈ റേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മറയ്ക്കാൻ നമുക്കൊന്നുമില്ല, അവിടെ ഇട്ടിട്ടുണ്ട്. പല ഹോസ്പിറ്റൽസും അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷേ നമുക്കിനി ഇത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് ചോദിച്ചേക്കുക. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക. നിങ്ങൾ അവരുടെ കയ്യിലുള്ള കാർഡിൽ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്, ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് ഇന്ന ഹോസ്പിറ്റലിൽ ഈ ഡോക്ടർ അഡ്മിഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, 7-21 അല്ലെങ്കിൽ 14 ഡേയ്സ് എന്നുള്ളൊരു അഡ്മിഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊരു ക്ലെയിം ഇൻറ്റിമേഷൻ നമ്പർ അവർക്ക് ആ ആപ്പ് ത്രൂവോ വാട്സപ്പ് ത്രൂവോ അല്ലെങ്കിൽ SMS ത്രൂവോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അത് നമ്മളുടെ കയ്യിൽ വേണം. ഒരു മെയിലാണെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടെ എടുക്കണം. ഇതെല്ലാം പേപ്പർ ഫ്രീ ആയി വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഒരു പ്രിൻ്റ് ഔട്ട് വേണം. നമ്മൾ ഫിസിക്കലി തന്നെ പാർട്ട് A അവർ ഫില്ല് ചെയ്യണം, അതിനുശേഷം അത് നോക്കിയിട്ട് പാർട്ട് B നമ്മളും ഫില്ല് ചെയ്ത് കൊടുക്കണം, സൈൻ ചെയ്ത് സീൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ദെൻ ബിൽസ് എല്ലാം അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇത് സബ്മിറ്റ് ചെയ്യണതിന് മുമ്പ് ഫിസിക്കലി അല്ല, ഇപ്പോൾ സ്കാൻ ചെയ്യുന്നതാണെങ്കിൽ ആ ക്ലിയർ ആയിട്ട് തന്നെ സ്കാൻ ചെയ്ത് അത് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുക. വിത്തിൻ 7 to 15 ഡേയ്സ് ഓഫ് ഡിസ്ചാർജിൽ തന്നെ ഈ സംഭവം സബ്മിറ്റ് ചെയ്യണം. ഇതിൽ ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നത് ഈ അഡ്മിഷന് 30 ഡേയ്സ് മുമ്പേ, ഡിസ്ചാർജിന് ശേഷം അബൌട്ട് 60 ഡേയ്സ് എന്നുള്ളതാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആ റൂള്. അപ്പോൾ ആ 60 ഡേയ്സ് വരെ ഒന്നും വെയിറ്റ് ചെയ്യരുത്. ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യുക. എത്രയും വേഗം അത് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിൽ പൈസ വരുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് നമ്മളും ചെയ്യിക്കേണ്ടത്. B ഫോമിൽ കൊടുക്കാറുള്ള കാര്യം തന്നെയാണ്. ഡ്യൂലി ഫിൽഡ് സൈൻഡ് ഫോം, ക്ലെയിം ഫോം വേണം, ഒറിജിനൽ ഡിസ്ചാർജ് സമ്മറി, ക്ലിനിക്കൽ ഹിസ്റ്ററി ആൻഡ് ട്രീറ്റ്മെൻറ്റ്, ദെൻ ഐറ്റമൈസ്ഡ് ബിൽ, ദെൻ വിത്ത് ബ്രേക്കപ്പ് ബിൽ, സ്റ്റാമ്പ്ഡ് പേയ്മെൻറ്റ് റെസിപ്റ്റ്സ്, ഫാർമസി ബിൽസ്, ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ്, ഇതെല്ലാം കഴിയുന്നതും ഡിജിറ്റലാക്കുക. ഞാൻ ഇനി വരുന്ന ടോപ്പിക്കിൽ ഈ ഇലക്ട്രോണിക് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, അതായത് ഹോസ്പിറ്റൽ റെക്കോർഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ബ്രീഫായിട്ട് പറയുന്നുണ്ട്. അത് നമ്മളുടെ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഫ്രം രജിസ്ട്രേഷൻ ടു ഡിസ്ചാർജ് ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ത്രൂ ആവുക. 2 രീതിയിൽ നമുക്ക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഒന്ന് നമുക്ക് ഔട്ട്റൈറ്റ് പർച്ചേസ് ചെയ്ത് നമ്മളുടെ സിസ്റ്റത്തിൽ ഒരു 4 ഇതുള്ളെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളുടെ ഇൻട്രാനെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതേപോലെ തന്നെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഏറ്റവും നല്ല സോഫ്റ്റ്വെയർസ് എന്താണെന്ന് നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റൽസ് യൂസ് ചെയ്യുന്നവർ അവരോട് ചോദിച്ചിട്ട് ആയുർവേദത്തിൻ്റെ തന്നെയായിട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്, അത് തന്നെ ചോദിച്ച് വാങ്ങാൻ നോക്കുക. അലോപ്പതി ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രിസ്ക്രിപ്ഷൻ റൺ ചെയ്യാനൊക്കെ പലതും ബുദ്ധിമുട്ടായിരിക്കും. നമ്മളുടെ മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുന്ന രീതിയിലല്ല അലോപ്പതിയിൽ മെഡിസിൻസ് ഡിസ്പെൻസ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, ആയുർവേദ ബേസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നോക്കി അത് നമ്മൾ എടുക്കുക. അതിനകത്ത് തന്നെ നമ്മളിപ്പോൾ ഡയഗ്നോസിസിനകത്ത് ക്യാഷ്ലെസ് ആണെങ്കിൽ മസ്റ്റ് ആൻഡ് മാൻഡേറ്ററി ആയിട്ടും നമ്മൾ ICD-10 കോഡ് കൊടുക്കണം. റീഇംബേഴ്സ്മെൻ്റ് ആണെങ്കിൽ കഴിയുന്നത് അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ക്വസ്റ്റ്യൻസ് കൂടുതലും വരുന്നത് റീഇംബേഴ്സ്മെൻ്റ് ആണെങ്കിൽ ക്യാഷ്ലെസ് ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസിയറാണ്. പ്രൊസീജിയേഴ്സ് മാത്രം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പ്രിയോത്ത് കിട്ടാനോ ഒക്കെ നമ്മളൊരു ജെന്യുവൻ കേസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്യാഷ്ലെസ്സിലാണ് എളുപ്പമായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ICD-10 കോഡ്
മാൻഡേറ്ററി ആണ്. നമുക്ക് ആ ഡിസീസിൻ്റെ നെയിം അറിയാവുന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറിൽ ജസ്റ്റ് ആ ഇപ്പം ലംബാഗോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ MS01 എന്ന് പറഞ്ഞിട്ട് ആ ലംബാഗോ വിത്ത് സയോട്ടിക്ക നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ കിട്ടും. അതെല്ലാ സോഫ്റ്റ്വെയർസും അങ്ങനെ തന്നെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അത് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ICD-10 കോഡിൻ്റെ PDF ഡൗൺലോഡ് ചെയ്ത് ഫൈൻഡ് ഇൻ പേജ് കൊടുത്ത് അതിൽ നിന്ന് സെർച്ച് ചെയ്ത് സെയിം ഇവിടെ തന്നെ നമ്മൾ കൊടുക്കണം. ആ ടേം തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ നമുക്കത് കിട്ടുന്നുണ്ടാവുള്ളൂ. ഡയഗ്നോസിസ് റിപ്പോർട്ട്സ് നമ്മളുടെ ഫസ്റ്റ് കൺസൾട്ടേഷനിൽ തന്നെ ഇത് ഇൻഷുറൻസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എക്സ്റേ MRI എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്വൈസ് ചെയ്യാം. അത് കൊടുക്കുന്ന ആ ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മൾ സൈൻഡ് ആൻഡ് സീൽഡ് ആയിട്ട് തന്നെ കൊടുക്കുക. അത് തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് വരിക. ബില്ല് പലപ്പോഴും ചുരുട്ടി കൂട്ടി കളയണ ഒരു അവസ്ഥ കാണും. അത് ഇൻഷുറൻസ് ഉള്ള കേസസ് ആണെങ്കിൽ അവരോട് അത് തിരിച്ച് കൊണ്ടുവരാൻ പറയണം. കാരണം അതെല്ലാം ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇൻക്ലൂഡിങ് ക്യാഷ്ലെസ് ആണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള ഒരു അലവൻസ് അതിൻ്റെ അകത്ത് കിട്ടുന്നതാണ്. പക്ഷേ അത് പെയ്ഡായിട്ട് നമ്മൾ കൊടുത്തിട്ട് അത് ആ പാർട്ടിയാണ്, ആ പേഷ്യൻ്റാണ് അത് വാങ്ങിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതും അതിൻ്റെ അകത്തും ക്യാഷ്ലെസിൻ്റെ അകത്തും ഇത് ആവശ്യമുള്ളത് തന്നെയാണ്. അതും 30 ഡേയ്സ് നമ്മൾ കൊടുത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തതല്ല. പലപ്പോഴും ആയുർവേദത്തിലേക്ക് വരുന്നത് അലോപ്പതിയിൽ സർജറി നടുവിന് നിശ്ചയിച്ചേക്കുന്നത്, നട്ടലിൽ ഡിസ്കെക്ടമി സജസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഒരു 10-15 ദിവസത്തിന് മുമ്പ് അവർ MRI എടുത്തതാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ കുറിപ്പായിട്ട് വന്നേക്കണത് കൂടെ ഈ റീഇംബേഴ്സ്മെൻറ്റ് കൂട്ടത്തിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യിപ്പിക്കാം. കാരണം ആ പേഷ്യൻ്റ് ബെനിഫിറ്റാണ്. ഇൻ ടൈം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസും കൂടിയാണ്. ഒരു 12,000 14,000 ഒരു MRIക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ കിട്ടുന്നുണ്ടാവും. അതും മറക്കാതെ തന്നെ നമ്മൾ അവരോട് തന്നെ നമ്മൾ ഇൻഫോം ചെയ്യുക. പലപ്പോഴും പേഷ്യൻസ് ഒന്നും ഇൻഫോംഡ് ആയിരിക്കണമെന്നില്ല. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ 30 ദിവസത്തിന് അകത്തെടുത്തേക്കണ MRI ആണെങ്കിൽ അതിൻ്റെ ബില്ലും അന്നത്തെ ആ ഡോക്ടർ എഴുതിയേക്കണ പേപ്പറും കൂടെ കൊണ്ടുവരാൻ പറയും. അതിനകത്ത് ചെറിയ നൂലാമാലകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു അലോപ്പതി ഡോക്ടറാണ് ഇത് ചെയ്തേക്കുന്നതെങ്കിൽ ആ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കൂടെ ചോദിക്കും. ഈ ആളിവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നാണ് ഒരു ലെറ്റർ. അത് മിക്കവാറും ഡോക്ടേഴ്സ് അത് പ്രൊവൈഡ് ചെയ്യും. കാരണം ആ ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് കൊടുക്കണം എന്നുള്ളത്. അത് കൊടുക്കില്ല എന്ന് ആൾക്ക് പറയാൻ പറ്റില്ല. ആളുടെ അടുത്ത് ചെന്നു നമ്മളതിൽ ആ OPD അല്ലെങ്കിൽ കൺസൾട്ടേഷൻ പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രീറ്റിംഗ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇവിടെ വന്നിരുന്നു, അതിനകത്തെ ഡ്യൂറേഷൻ, അതിനകത്ത് ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആ ഡോക്ടർ തരാതെ ഒന്ന് ആ പേഷ്യൻ്റ് തന്നെ ആവശ്യപ്പെടേണ്ടി വരും. അതിനകത്ത് നമുക്ക് റോളില്ല. കാരണം അത് അവർക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ആ പേഷ്യൻ്റ് തന്നെ മുൻകൈ എടുക്കേണ്ടതാണ്. പല ഹോസ്പിറ്റൽസ് ഇമെയിൽ വഴി ഈ പേഷ്യൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പേജിലേക്ക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ഇതിൻ്റെയാണ് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് എനേബിൾസ് 1 hour ടേൺ അറൗണ്ട് ടൈം ഫോർ ക്യാഷ്ലെസ് അപ്രൂവൽസ്. നമ്മളുടെ സോഫ്റ്റ്വെയർ ഇനി ഏറ്റവും ലാസ്റ്റ് എഴുതിയേക്കുന്നത് NHCX എന്ന് പറഞ്ഞ ആ ഒരു നാഷണൽ ഹെൽത്ത് സ്കീം എക്സ്ചേഞ്ച് എന്നുള്ള ഇതുമായിട്ട് ലിങ്ക്ഡ് ആയിട്ട് വരുന്നതിനെക്കുറിച്ച് ഈ ഹെൽത്ത് മിനിസ്ട്രി നോക്കുന്നുണ്ട്. ആയുഷ് മാത്രമല്ല, എല്ലാ ഹോസ്പിറ്റൽസിൻ്റെയും സോഫ്റ്റ്വെയർസ് ഈ NHCX-ഉമായിട്ട് ലിങ്ക്ഡ് ആവുന്നതായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ABHA ID. നമ്മൾ AHMAയും ഈ പറഞ്ഞ ABHA ID എടുക്കുന്നതിനായിട്ടും അതിൻ്റെ വർക്ക്ഷോപ്പുകളിലൊക്കെ എനിക്ക് തോന്നുന്നു 2020 കാലത്താണ്, കോവിഡിൻ്റെ ഇടയ്ക്കാണ് ആ ഒരു ടൈമിൽ നമ്മളും പല സെമിനാർസും എല്ലാം പോയി അറ്റൻഡ് ചെയ്തിരുന്നത്. പല ഗവൺമെൻറ് സെക്ടറിലുള്ള ഹോസ്പിറ്റൽസിലെല്ലാം ഈ അതായത് നാഷണൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ടേം എന്താണെന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റുമായിരിക്കും. HPR, അതുപോലെ തന്നെ HPR ഹെൽത്ത് പേഴ്സൺസിൻ്റെതാണ് HPR. അതേപോലെ ഞങ്ങൾ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. HFR-ഉം HPR-ഉം ആണ്. HFR അപ്പോൾ അതെല്ലാം അതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് ABHA ID ഒക്കെ എടുത്തതിൻ്റെ ഈ ലാസ്റ്റ് ഫ്യൂച്ചർ റെഡി എന്നുള്ളത് തന്നെയാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ 1 hour ടേൺ അറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IRDയുടെ റൂൾ അനുസരിച്ചിട്ട് പേഷ്യൻറ്റിന് പ്രീയോത്തിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 hour-നുള്ളിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് പറയണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഞാൻ അഡ്മിറ്റ് ചെയ്ത കേസിൽ എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞങ്ങൾ ക്യാഷ്ലെസ്സിലേക്ക് കയറിയ 2 വർഷം മുമ്പ് ഞങ്ങൾ പേഷ്യൻ്റ് പ്രിയോത്ത് കൊടുത്ത് അതിൻ്റെ ആ ഒരു ക്ലെയിം നമ്പറും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എടുത്തത് ഏകദേശം 2 ദിവസമാണ്. അതായത് പേഷ്യൻ്റ് അഡ്മിറ്റായി 2 ദിവസം കഴിഞ്ഞാണ് എനിക്കൊന്ന് ശ്വാസം വിടാൻ പറ്റിയത് ഈ പേഷ്യൻറ്റിന് ക്യാഷ്ലെസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഞങ്ങൾ ICICI ലൊംബാർഡിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ട് ആദ്യം വന്ന കേസാണ്. ഒരു അമ്മയും മോനോ വന്നിരുന്നത്. അപ്പോൾ ആ പ്രിയോത്ത് എടുത്തിട്ട് ആദ്യത്തെ ഒരു ടെൻഷൻ അതായിരുന്നു. ഇന്ന് ആ സിറ്റുവേഷൻ മാറി 1 hour ടേൺ അറൗണ്ടായി. റീസെൻ്റ്ലി എടുത്ത ആ കേസിൽ 1 hour-നുള്ളിൽ ഞാൻ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിലിന് താഴെ എഴുതിയേക്കുന്നത് ഇറ്റ്സ് ആൻ ഓട്ടോ അപ്രൂവൽ എന്നുള്ള. എങ്കിൽ പോലും ആ ഓട്ടോ അപ്രൂവൽ
അത് അപ്രൂവ് ആയി എന്നുള്ള അവരുടെ ടേംസ് മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് അക്സെപ്റ്റ് ആയേക്കുന്നത്. അത് നമുക്ക് ധൈര്യം വരുന്ന ഒരു സംഭവം കൂടാണ് ഈ 1 hour റൂൾ എന്നുള്ളത്. അക്യുറസി ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ICD-10 കോഡ് വളരെ ഈസിയർ ആയിട്ട്, ഇനി ICD-11 കോഡ് കഴിഞ്ഞ ദിവസം പങ്കെടുത്തിരുന്ന WHO ഇൻഡിജിനസ് മെഡിസിൻ്റെ ഇതിൽ ICD-11 ഇംപ്ലിമെൻ്റ് എന്നാവുന്നോ അതിൻ്റെ അകത്ത് ആയുർവേദ ടെർമിനോളജി ഉണ്ട്. നമുക്ക് ഈ മസ്കുലോസ്കെലറ്റലിലൊന്നും കയറേണ്ട ആവശ്യം വരില്ല. അന്നേരം അത് ഇംപ്ലിമെൻ്റ് ആയി കഴിഞ്ഞാൽ വളരെ ഈസിയറാണ്. നമ്മളുടെ ടേംസ് തന്നെ ഇപ്പോൾ കടിഗ്രഹം എന്നായിക്കോട്ടെ, ഗൃദ്രസി എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. ദെൻ ട്രാൻസ്പെറൻസി. ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഇന്ന് ഞാൻ അതിൻ്റെ ക്ലെയിം സെറ്റിൽമെൻറ്റിൽ നമുക്ക് കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെൻസിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ് ഈ ട്രാൻസ്പെറൻസി എന്നുള്ളത്. അതായത് നമ്മളുടെ റേറ്റ്സ്, ഇൻഷുറൻസിന് ഒരു റേറ്റ്, കോമൺ പീപ്പിളിന് അല്ലാതെ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ഒരു റേറ്റ് എന്നുള്ളത്, അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇനി ഈ പറഞ്ഞ ഇത് റൂൾ അനുസരിച്ചിട്ട് പോസിബിൾ അല്ല. ഒറ്റ ബില്ലിംഗ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു എക്കോണമിക്കലി ബാക്ക്വേർഡ് ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു 5% ഡിസ്കൗണ്ട് കൊടുക്കാം. പക്ഷേ ബില്ലിംഗ് എല്ലാം റേറ്റ്സ് എല്ലാം ഒരേ രീതിയിൽ പോകണം. ഏറ്റവും ലാസ്റ്റത്തെ ഫ്യൂച്ചർ റെഡി ഇൻ്റഗ്രേറ്റ്സ് വിത്ത് നാഷണൽ ക്ലെയിംസ് എക്സ്ചേഞ്ച്. ഈ ആഭ ID അതിൻ്റെ ഡിസ്കഷൻസ് എല്ലാം ഗവൺമെൻറ് സെക്ടറിലെല്ലാം അലോപ്പതി ആയിക്കോട്ടെ ആയുർവേദ എല്ലാം നടന്നിട്ടുണ്ടെങ്കിലും എൻ്റെ അറിവിൽ അലോപ്പതി സെക്ടറിൽ IMA ഉൾപ്പെടെ അതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തേക്കണ കാരണമാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഈ ആഭയുടെ അത്രയും പ്രചാരത്തിൽ നടക്കാതെ വന്നേക്കുന്നത്. ഈ ആഭ ID-യും ഈ ഇൻ്റഗ്രേഷനും നമ്മുടെ സോഫ്റ്റ്വെയർസ് ഓൾറെഡി പലരും ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ട്രീറ്റ്മെൻറ്റ് എടുത്തേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ടാവും. അതിനകത്ത് IMA കേസിന് പോയേക്കുന്നതിൻ്റെ ഒരു റീസൺ വെച്ച് കഴിഞ്ഞാൽ അവരുടെ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് കേസിന് പോകാനുള്ള ഒരു എളുപ്പം ഉണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് ഇതിന് സ്റ്റേ വാങ്ങിച്ചെടുത്തേക്കുന്നത്. ഇത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നവരെ സംബന്ധിച്ചാണ് 30 ദിവസത്തിനുള്ളിൽ, 15 ദിവസമായിരുന്നത് ഇനി 30 ദിവസത്തിനുള്ളിൽ അവർക്ക് ഈ പോളിസി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെടുത്ത് കളയാം. ദെൻ വെയിറ്റിംഗ് പീരീഡ് നേരത്തെ 4 ഇയേഴ്സും അതിൽ കൂടുതൽ 7 വർഷമൊക്കെ ചോദിക്കുന്ന കേസസ് ഉണ്ടായിരുന്നെങ്കിൽ 3 ഇയേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾക്ക് ആ ഒരു 3 ഇയർ പീരീഡ് അത് ഏകീകരിച്ചിട്ടേക്കുന്നത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടിയാണ്. ആർത്രൈറ്റിസ് ആയിക്കോട്ടെ, സ്പോണ്ടിലോസിസ്, ഇത് ഡിജനറേറ്റീവ് ആണ്. ഇങ്ങനെയുള്ള കേസസ് എല്ലാം നമ്മളെടുക്കാൻ വരുന്ന പോളിസീസ് 3 വർഷം ആയോ എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചോദിക്കണം. കാരണം ഇവർക്ക് ഇൻഷുറൻസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പാടുള്ളൂ. അവർ കടം വാങ്ങി പൈസ കിട്ടിക്കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാമെന്ന് വെച്ചേക്കണവരാണെങ്കിൽ അത് സാധിക്കണുണ്ടാവില്ല. കാരണം 3 ഇയർ വെയിറ്റിംഗ് പീരീഡ് മാൻഡേറ്ററി ആണ് അതിൻ്റെ അകത്ത്. പലപ്പോഴും ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ ഈ ഒരു 3 ഇയർ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് നോക്കിയേ കൊടുക്കാൻ പാടുള്ളൂ. അതിന് മുമ്പുള്ള കേസസിൽ അതായത് ഇൻഷുറൻസ് എടുത്തു 6 മാസമായി എനിക്ക് ഇനി ട്രീറ്റ്മെൻറ്റ് എടുത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്ന മിക്ക കേസസ് അതിൻ്റെ അകത്ത് കവർ ചെയ്യില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതല്ല ആക്സിഡൻസിൽ വന്നേക്കുന്നതാണെങ്കിൽ ഇപ്പം മുന്നേ ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വീണ്ടും നമ്മളെടുക്കാൻ വന്നേക്കുന്നതാണെങ്കിൽ, കാരണം അതിൻ്റെ അകത്ത് FIR-ഉം റിപ്പോർട്ടിങ് കാര്യങ്ങളെല്ലാം പോകേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കത് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് ആ 3 ഇയർ വെയിറ്റിംഗ് പീരീഡ് വരുന്നില്ല. ദെൻ മൊറട്ടോറിയം പീരീഡ്. ഈ ചില ഡിസീസിൻ്റേത് ഈ 8 ഇയേഴ്സ് ഉണ്ടെന്നുള്ളത് 5 ഡിസീസ്, ഇത് പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ്സിൻ്റെ കാര്യമല്ല പറഞ്ഞേക്കുന്നത്. ഒരു മൊറട്ടോറിയം പീരീഡ് പറഞ്ഞേക്കുന്നത് 5 ഇയേഴ്സ് എന്നുള്ളത്. ദെൻ സിവിയർ കണ്ടീഷൻസ്, നേരത്തെയൊക്കെ റിജക്റ്റ് ചെയ്തിരുന്ന ക്യാൻസർ, ഹാർട്ട് ഡിസീസ്, HIV പോലെയുള്ള കണ്ടീഷൻസ് ഈ 2026 മുതൽ കവർ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ. അപ്പോൾ ക്യാൻസറിൻ്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മുടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻസിലും ക്യാൻസർ ഉണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഇൻഫോംഡ് ആയിട്ടിരിക്കുക. ഇനി ഇതിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നത് OP ട്രീറ്റ്മെൻറ്റ്സ് ആയുർവേദത്തിലല്ല എവിടെയെങ്കിലും കവർ ചെയ്ത് ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ട്രഡീഷണലി ഇന്ത്യൻ ഹെൽത്ത് പോളിസീസ് എല്ലാം തന്നെ IP ട്രീറ്റ്മെൻറ്റ്സ്, അതായത് 24 hours മാൻഡേറ്ററി അഡ്മിഷൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ചില പോളിസീസ് എസ്പെഷ്യലി മണിപ്പാൽ സിഗ്ന അവർ തുടക്ക സമയം മുതലേ തന്നെ OP പ്രൊസീജിയേഴ്സും ഡെൻ്റൽ പ്രൊസീജിയേഴ്സും OP കൺസൾട്ടേഷനും എല്ലാം റീംബേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം അവരുടെ ഒരു കോട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ കൂടിയ ഒരു റേറ്റ് ആയിരിക്കും അവരുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കൂടാതെ ഉള്ള സാധാരണ പോളിസീസും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഇത് വന്നേക്കുന്നത്. OPD കവറേജ് ഉള്ള പോളിസീസ് ഇന്നും ഉണ്ട്. അവരുടേത് OPD ട്രീറ്റ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് കൺസൾട്ടേഷനൊക്കെ കവർ ചെയ്യുന്ന ചില പോളിസീസ് ഉണ്ട്. അങ്ങനെയുള്ളതിൽ നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളത് സൈൻഡ് ആൻഡ് സീൽഡ് ആയിട്ട് കൊടുക്കുക. പ്രിസ്ക്രിപ്ഷൻ മാൻഡേറ്ററി ആയിട്ടും അവർക്ക് സൈൻഡ് ആൻഡ് സീൽഡ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ
ഡേ കെയർ പ്രൊസീജിയേഴ്സ്. ഇത് ഒ പി ട്രീറ്റ്മെൻറ്റുമായിട്ട് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഡേ കെയർ പ്രൊസീജിയേഴ്സ്. ഇതിൻ്റെ റൂള് 2024 ഡിഫൈൻ ചെയ്തേക്കുന്നത് 24 ഹവറിന് താഴെ വരുന്ന അഡ്മിഷൻസ് എല്ലാം ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആയിട്ടാണ്. ഡേ കെയർ പ്രൊസീജിയേഴ്സിൽ ഏകദേശം 300ഓളം പ്രൊസീജിയേഴ്സ്. ഇതിനകത്തൊന്നും ആയുർവേദ അല്ല. നമ്മൾ ആയുർവേദ ഹോസ്പിറ്റൽസ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അവരുമായിട്ടും സംസാരിച്ചതനുസരിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും ഡേ കെയർ പ്രൊസീജിയറായിട്ട് ഏനോറെക്ടൽ കേസസ് ചെയ്തിട്ട് ഒരു 6 hours അല്ലെങ്കിൽ 12 hours വെയിറ്റ് ചെയ്തിട്ട് വൈകുന്നേരം പറഞ്ഞു വിടുന്നത്. അതിൻ്റെ അകത്ത് ഒരു അഡ്മിഷൻ പ്രൊസീജിയറും ഡിസ്ചാർജ് പ്രൊസീജിയറും ഉണ്ട് ഡേ കെയർ ആണെങ്കിൽ പോലും. അതിൻ്റെ എല്ലാ റെക്കോർഡ്സ് ആ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യണം. ദെൻ അത് കീപ്പ് ചെയ്ത് നമ്മൾ ഇതിൽ ചെയ്യുന്ന പോലെ തന്നെ ഫോമും എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 24 hour ഹോസ്പിറ്റലൈസേഷനിൽ അഡ്മിഷൻ ടൈമും ഡിസ്ചാർജ് ടൈമും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് റീംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ക്യാഷ്ലെസ് ഇല്ല. ഡേ കെയർ പ്രൊസീജിയർ ക്യാഷ്ലെസ് ചോദിക്കും. ഇപ്പോൾ ഈ 2026 മുതൽ ക്യാഷ്ലെസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇപ്പം ക്യാഷ്ലെസ് അല്ല, റീംബേഴ്സ്മെൻറ്റ് മെത്തേഡ് തന്നെയാണ് പോകുന്നത്. ഈ ആയുർവേദത്തിൽ പ്രത്യേകിച്ചും ആയുർവേദത്തിൽ ഈ പറഞ്ഞ ഡേ കെയർ സെൻറ്റേഴ്സിന് ക്യാഷ്ലെസ് എംപാനലിന് കൊടുക്കണില്ല. കാരണം നമ്മൾ ആദ്യം അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചപ്പം ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 10 ബെഡും അതേപോലെ ടൗൺ ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ 15 ബെഡും തന്നെയാണ് ഇപ്പോഴും ഇതിനകത്ത് എംപാനൽമെൻറ്റിനുള്ള റൂള് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഒരു എക്സെപ്ഷനും കൂടെ ഞാനൊന്ന് പറഞ്ഞു പോകാം. ആരോഗ്യ സഞ്ജീവനി എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് IRDA മാൻഡേറ്ററി ആയിട്ട് എല്ലാ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിന് പറഞ്ഞേക്കുന്ന ഒരു പോളിസി ഉണ്ട്. അതിൽ 5 ബെഡുള്ള ഹോസ്പിറ്റൽസിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്താലും റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. അതും ഒരു ഇൻഫർമേഷനായിട്ട് അറിഞ്ഞിരിക്കുക. ആ ഒരു പോളിസിക്ക് മാത്രമാണ് ഈ 5 ബെഡ് എന്നുള്ളത് പറഞ്ഞേക്കുന്നത്. ഞാൻ ആദ്യം ക്യാഷ്ലെസ്സിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാൻഡ് അഡ്മിഷനിൽ വരുന്ന ഇത് പ്രൊസീജിയറിൻ്റെ അകത്ത് എല്ലാം മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീ കൺസൾട്ടേഷൻ മാൻഡേറ്ററി ആണ്. അതിൻ്റെ റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. അതുൾപ്പെടെ നമ്മൾ ഇതിൻ്റെ അകത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ 21 days ആണ് ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് എത്രയാണ് ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസസ് വരുന്നതെന്നുള്ളതിൻ്റെ ബില്ലും എല്ലാം നമ്മൾ ആദ്യം കൊടുക്കണം. നമുക്ക് അതിൻ്റെ അകത്ത് ഫൈനലിനകത്ത് നമുക്കെല്ലാം ചേഞ്ചസ് വരുത്താം. അതെല്ലാം നമ്മൾ കൊടുക്കണം. 21 days ആണ് വേണ്ടത് ട്രീറ്റ്മെൻറ്റ് എങ്കിൽ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതേപോലെ ഇതിനകത്തൊരു ലിസ്റ്റ് താഴത്തേക്ക് വരുമ്പോൾ ഒന്ന് കഴിഞ്ഞാൽ കുറച്ച് ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രീയോത്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സും എക്സ്റേസ് ആണെങ്കിൽ നമുക്ക് നമ്മളുടെ എക്സ്റേ റീഡറിൽ വെച്ചിട്ട് എടുക്കാം. MRIയുടെ എല്ലാവരും റിപ്പോർട്ടുമായിട്ടാണ് വരുന്നത്. അതെല്ലാം അപ്ലോഡ് ചെയ്യുക. ചിലപ്പോൾ അവർ വീണ്ടും ഈ പ്രിയോത്തിന് ചിലപ്പോൾ ഒരു ക്യൂറി ഇടും. അവർക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതിയിട്ട് ഒരു ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ട്രീറ്റ്മെൻറ്റ് മാൻഡറ്ററി ആണെന്നുള്ള ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രിയോത്ത് നമുക്ക് സാങ്ഷനായി കിട്ടും. ഇത് നേരത്തെ എക്സ്പീരിയൻസ് ആണ് ഇത് കൊടുത്തിരുന്നത്. ഈ പറഞ്ഞ ലെറ്റർ കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ അത് വേണ്ടി വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി അവർക്ക് ഡൗട്ട്ഫുൾ കേസ് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രിയോത്ത് കൊടുക്കണതിന് മുമ്പേ തന്നെ ഇതുപോലെ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസ് ആണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ അവരൊരു വെരിഫൈ ചെയ്യാനുള്ള ഒരാളെ വിടും. ഈ വെരിഫൈ ചെയ്യാനുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുകയല്ല വേണ്ടത്. ഫസ്റ്റ് അവരൊരു ID കാണിക്കാൻ പറയണം. അത് ഇനി അവരുടെ ആധാർ IDയോ ഡ്രൈവിംഗ് ലൈസൻസോ എന്തും ആയിക്കോട്ടെ, ആ ഒരു ID നമ്മൾ ജസ്റ്റ് നമ്മൾ റിസപ്ഷനിലുള്ള ഒരാൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് ഫസ്റ്റത്തെ കാര്യമായുള്ളൂ. അടുത്തത് ഇവരോട് ഇതിന് ചുമതലപ്പെടുത്തി വിട്ടതിൻ്റെ ഡ്യൂട്ടി അസൈൻ ചെയ്തതിൻ്റെ പേപ്പറോ മെയിലോ കാണിക്കാൻ പറയണം. അത് കാണിച്ച ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുകയോ നമ്മളുടെ മെയിൽ IDയിലേക്ക് അത് ഷെയർ ചെയ്യാൻ പറയുകയോ ചെയ്യുക. അത് കിട്ടിയ ശേഷം മാത്രമേ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കാവുള്ളൂ. അതല്ലാതെ ഇൻഷുറൻസിൽ നിന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവേസാണ് വരാറുള്ളത്. അത് അല്ലെങ്കിൽ ഈ ഇൻഷുർഡ് പേഴ്സണിനെ ഹെൽപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അവർക്ക് വേണമെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ റൂമിൽ നമ്മൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ പോയി കാണുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യാം. അവരവിടെ ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അത് പേഷ്യൻറ്റും ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ അറിയില്ലാത്ത സ്ഥലങ്ങളിൽ അവർ വന്ന് ചിലപ്പോൾ ഫോട്ടോ എടുക്കുന്നുണ്ടാവും. അകത്ത് കയറി ഫോട്ടോ എടുക്കാൻ നമ്മൾ അനുവദിക്കേണ്ട. നമ്മൾ കാരണം എല്ലാ കമ്പനീസും എംപാനൽ ചെയ്യുന്ന എല്ലാ കമ്പനീസും നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഇൻസൈഡും എല്ലാ ഫോട്ടോസ് നമ്മൾ കൊടുക്കുന്നതാണ്. രോഹിണി ഐഡിയിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വെരിഫിക്കേഷൻ അവർക്ക് പിന്നെ ആവശ്യമില്ല. ഈ അവർ ചോദിക്കുന്ന മെയിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ക്യാഷ്ലെസ്സിലേക്ക് തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് അടിച്ചോളൂ. ഡൗൺ വർക്ക് ചെയ്യുന്നുണ്ടോ? ഫയൽസ് അപ്ലോഡ് സക്സസ്ഫുള്ളി. അത് കഴിഞ്ഞെല്ലാം സബ്മിറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിയോത്ത് വരും. ഇതിൻ്റെ എല്ലാം മെയിലിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടാവും. നെക്സ്റ്റ് അടിച്ചോളൂ. നെക്സ്റ്റ് ഓക്കെ. ക്ലെയിം ഇൻറ്റിമേഷൻ നമുക്ക് വന്നേക്കുന്ന എല്ലാ ക്ലെയിം അതാണ് നമ്മൾ ക്ലെയിം ഇൻറ്റിമേഷനിൽ പോയത്.
ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പ്രിയോത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിടക്കണ ആ ലിസ്റ്റെല്ലാം അവിടെ താഴെ കാണുന്നുണ്ടാവും. അതിൽ നോക്കിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ ചെയ്തു പോവുകയാണെങ്കിൽ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ആ പേഷ്യൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്തു പോകാം. ക്യാഷ്ലെസിൻ്റെ അകത്ത് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് കഴിഞ്ഞാൽ റെഫറൻസ് സ്ലിപ്പ് ഫോർ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കുറേ കുറവുണ്ട്. അതൊന്നും അത് നമ്മൾ തന്നെ ചെയ്യിപ്പിക്കുന്നതായ കാരണം നമുക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല. ഇതാണ് ഒരു പ്രിയോത്ത്, നമ്മളുടെ ഈ കിട്ടിക്കഴിയുന്ന പ്രിയോത്ത് ഓതറൈസേഷൻ ലെറ്ററാണ് ഈ കണ്ടേക്കുന്നത്. ഈ ഓതറൈസേഷൻ ലെറ്ററിൻ്റെ അകത്ത് ഒരു എമൗണ്ടും സാങ്ഷൻ ചെയ്ത് പറയാനുണ്ടാവും. കോ പേയ്മെൻറ്റ് ചാർജസ് ചില കേസസിലാണ്, അതായത് അത് നമ്മളുടെ ആയുർവേദത്തിന് മാത്രമല്ല കോ പേയ്മെൻറ്റ് പേഷ്യൻ്റായിട്ട് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളതും ചില കേസസിൽ പറയാറുണ്ട്. കാരണം ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യാത്ത ചില എക്സ്പെൻസസ് ഉണ്ട്, ഗ്ലൗസ് അങ്ങനെയുള്ള ഹൗസ് കീപ്പിംഗ് ചാർജസ്, അതൊക്കെ കോ പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് റെസിപ്റ്റ് എഴുതി വാങ്ങിക്കാവുന്ന ഇതാണ്. നമ്മൾ ഇവരുടെ ഇടയ്ക്ക് നിന്ന് ഈ പറഞ്ഞ ക്യാഷ്ലെസ് നെറ്റ്വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും മേടിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇൻഷുറൻസ് കമ്പനി പറയുന്നത് തന്നെ ഈ കോ പേയ്മെൻറ്റ് നമുക്ക് മേടിക്കാം എന്നുള്ളതാണ്. ആ കോ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന റെസിപ്റ്റ് എങ്ങനെയായിരിക്കണം, നോൺ കവറബിൾ എക്സ്പെൻസസ് എന്നുള്ളതായിരിക്കണം നമ്മൾ ആ ഒരു അഡ്വാൻസ് മേടിക്കുന്നത് പോലും. അല്ലെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള MOUന് വിരുദ്ധമായിട്ടാണ് വരിക. അപ്പോൾ നോർമലി നമ്മൾ വാങ്ങിക്കുന്ന അഡ്വാൻസ് റെസിപ്റ്റ് ആവണ്ട, ഇതിൽ ഹാൻഡ് റിട്ടേൺ ആയാലും കുഴപ്പമില്ല. നോൺ കവറബിൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ ആ ക്യാഷ്ലെസ്സിൽ നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളൂ. 1-2 അതിൻ്റെ ഫോർമാറ്റുകൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മളൊന്നും കൂടെ വെരിഫൈ ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത്, ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് നമ്മളുടെ സംസ്ഥാന ജനറൽ ബോഡിയിൽ അവരെ ഒന്ന് ചർച്ചയ്ക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് മെമ്പർ ഹോസ്പിറ്റൽസിന് കിട്ടുന്നുണ്ട്. കാരണം ക്യാഷ്ലെസ്സിലേക്ക് പോകുമ്പോൾ ഇത് മാൻഡേറ്ററി ആണ്. നമ്മൾ ഒരു ഇൻഷുറൻസിൻ്റെ അത് വെരിഫൈ ചെയ്യാനായിട്ട് നമ്മളുടെ പ്രമിസസിൽ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സും കൂടെ എന്ന് പറഞ്ഞ ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകാം. നമ്മൾ ഫിസിക്കലി ഓർ സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മളൊരു രജിസ്റ്റർ കീപ്പ് ചെയ്യണം ഈ വരുന്ന പേഷ്യൻറ്റിൻ്റെ എല്ലാം. അതുപോലെ തന്നെ ഫസ്റ്റ് കൺസൾട്ടേഷൻ, അതുപോലെ കൺസൾട്ടേഷൻ നമ്മൾ സാധാരണ ഒരു പേപ്പറിൽ എഴുതി അങ്ങോട്ട് കൊടുത്തു വിട്ടതുകൊണ്ട് മാത്രം പേഷ്യൻ്റ് അത് സൂക്ഷിച്ച് വെക്കണമെന്നില്ല. ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പേഴ്സ് അതിൻ്റെ അകത്ത് ആ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്തതിൻ്റെ എല്ലാം മാൻഡേറ്ററി ആയിട്ട് വേണം. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റെ അകത്ത് ബ്രീഫായിട്ട് അബ്നോർമലായിട്ടുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് ലാസ്റ്റ് സൈൻ ചെയ്തേക്കണ ആ പേപ്പർ നമ്മൾ സീൽ ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഡിജിറ്റലായിട്ട് കീപ്പ് ചെയ്താൽ ഏറ്റവും നല്ലത്. ദെൻ ഫസ്റ്റ് കൺസൾട്ടേഷൻ, രജിസ്ട്രേഷൻ കൺസൾട്ടേഷൻ്റെ ഒക്കെ ബില്ലുകൾ, അന്ന് അവർ ഫാർമസിയിൽ നിന്ന് മേടിച്ച മെഡിസിൻസിൻ്റെ ബില്ലുകൾ, അതെല്ലാം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഫാർമസി ബിൽസ്, ട്രീറ്റ്മെൻറ്റ് ബിൽസ്, ഇതിൻ്റെ എല്ലാം രജിസ്റ്റർ നമ്മൾ കീപ്പ് ചെയ്യണം. ദെൻ IP രജിസ്റ്റർ, കൺസെൻറ്റ് ഫോംസ്, IP പ്രൊസീജിയർ കൺസെൻറ്റ് IP ആവുന്ന പേഷ്യൻ്റ് എടുക്കുന്നത് തീർച്ചയായിട്ടും അതിനും AHMA ഒരു ഫോർമാറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇന്നും ഞാൻ അത് തന്നെ ഫോളോ ചെയ്യുന്നത്. അത് ഡിജിറ്റലിലേക്ക് സോഫ്റ്റ്വെയറിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ IP കൺസെൻറ്റ് വേണം. ഓരോ പ്രൊസീജിയറും നമ്മൾ ചെയ്യുമ്പോഴും അതിനൊരു പ്രൊസീജിയർ കൺസെൻറ്റും എല്ലാ ഡോക്ടേഴ്സും ഫോളോ ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ ഓരോ കിഴിക്കും നമ്മൾ പ്രൊസീജിയറിൻ്റെ അകത്ത് നമുക്ക് കിഴിയോ അല്ലെങ്കിൽ അഭ്യംഗത്തിനൊന്നും നമ്മൾ കൺസെൻറ്റ് ഇൻഡിവിജ്വലി മേടിക്കണമെന്നില്ല. പക്ഷേ പ്രൊസീജിയേഴ്സായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും രക്തമോക്ഷമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ കൺസെൻറ്റ് വാങ്ങിച്ചിരിക്കണം. ദെൻ പിന്നെ പല കമ്പനികളും ചോദിക്കാറുള്ളതാണ് ഡ്യൂട്ടി അസൈൻ ചെയ്ത്, അതായത് ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ ഇട്ടേക്കണ രജിസ്റ്റർ. അത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇപ്പോൾ ചില സോഫ്റ്റ്വെയർ കമ്പനീസിൽ ഈ ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നത് പോലും സോഫ്റ്റ്വെയർ ത്രൂ പോസിബിളാണ്. ഒരു പേഷ്യൻറ്റിനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷഫിൾ ചെയ്ത് അത് ദിവസം മാറിയിട്ട് കൊടുക്കാറുണ്ട്. ദെൻ അത് ഈ പറഞ്ഞ HR കൂടെ കൂടിയുള്ള സോഫ്റ്റ്വെയർസിന് മാത്രമേ അത് പോസിബിൾ ആവുകയുള്ളൂ. ദെൻ തെറാപ്പി റൂം രജിസ്റ്റർ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തെറാപ്പിസ്റ്റുകളാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു രജിസ്റ്റർ വെച്ചേക്കണം ഫിസിക്കലി, ഓർ ഒരു ടാബോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിൽ അവർക്ക് ഇന്ന ആൾ ട്രീറ്റ്മെൻറ്റിന് കയറിയിട്ടുണ്ട് ഇന്ന ടൈമിലാണെന്നുള്ളതും എക്സിറ്റ് ചെയ്യുന്ന ടൈമും, അതിനകത്ത് 3 പേര് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരാളുടെ ഒരു സിഗ്നേച്ചറും അത് ചില കമ്പനീസ് ചോദിക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മളത് കീപ്പ് ചെയ്യേണ്ടതാണ്. ദെൻ കേസ് ഷീറ്റ്സ് ഡിജിറ്റലാണെങ്കിൽ അത് നല്ലത്. അതുമായിട്ട് സിമിലർ തന്നെയാണ് ഡിസ്ചാർജ് സമ്മറി നമ്മൾ കൊടുക്കേണ്ടി വരുന്നതും. അതിൻ്റെ അത് ഡയഗ്നോസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ ഡയഗ്നോസിസ് എഴുതാൻ വിട്ടുപോകാറുണ്ട്, അത് സബ്മിറ്റ് ചെയ്താൽ കിട്ടില്ല. നമ്മൾ ആദ്യം തന്നെ കേസ് ഷീറ്റിൻ്റെ അകത്ത് എഴുതണം. കാരണം ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ പോലും ഇന്നും നമ്മളുടെ ഹോസ്പിറ്റൽസിൽ ഇതിന് ഇൻഷുറൻസ് കമ്പനി കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. അത് അലോപ്പതി ഹോസ്പിറ്റലായാലും ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് അയക്കുന്നതിന് കൊടുക്കില്ല അവർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ, ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് ആയിട്ട് നമ്മൾ ആർത്രോസ്കോപ്പി ചെയ്തു, അതിന് അവർ കൊടുക്കില്ല. അതിൻ്റെ എന്നാണ് സർജറി ചെയ്യുന്നത് അതിനെ ആ സമയത്തെ അന്നത്തെ അഡ്മിഷൻ്റെതും കൊടുക്കണുണ്ടാവുള്ളൂ.
ദെൻ ഡെയിലി റെക്കോർഡ്സിൻ്റെ അകത്ത് ഡെയിലി BP, ടെമ്പറേച്ചർ, പൾസ്, ആ വൈറ്റൽ ചാർട്ട് എല്ലാ ദിവസവും നമ്മൾ എടുത്തിരിക്കണം, മാൻഡേറ്ററി ആണ്. അത് അന്നന്ന് തന്നെ എഴുതി വെക്കണം. കാരണം ഏത് ദിവസവും ഈ ക്യാഷ്ലെസ് ആണെന്നുണ്ടെങ്കിൽ ഏത് ദിവസവും ചിലപ്പോൾ 6ാമത്തെ ദിവസം കയറി വന്നേരം 21 ദിവസം അഡ്മിഷനിൽ വന്ന് ചോദിക്കുമ്പോൾ നമ്മളത് ഫിൽഡ് അല്ല അന്നേരം എഴുതാൻ തന്നു എന്ന് കഴിഞ്ഞാൽ ഈ സർവേയർ പോയി റിപ്പോർട്ട് ചെയ്യും അത്ര ജെനുവിൻ അല്ല കേസ് എന്നുള്ളത്. ഇനി അത് നിങ്ങൾ ഡിജിറ്റലായി കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നന്ന് വൈകുന്നേരം റൗണ്ട്സിന് ശേഷമൊക്കെ ഈ കാര്യങ്ങളെല്ലാം ഡിജിറ്റലി അത് എൻ്റർ ചെയ്ത് വയ്ക്കുക. ദെൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നോട്ട് ചെയ്യണം. നിങ്ങൾ ഈ ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ ആദ്യം തന്നെ 1, 2, 3 നമ്പർ ഇട്ടിട്ട് ആൾക്ക് കിഴിയോ ലേപനോ ഉദ്വർത്തനോ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. നെക്സ്റ്റ് അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് റിപ്പീറ്റ് ആ പ്രൊസീജിയറിൻ്റെ നമ്പർ 1, 2, 3 ഇട്ടാലും മതി. അതെന്താണെന്ന് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കും. മെഡിസിൻസിൻ്റേതും അതുപോലെ തന്നെ മതി. ഇതിനെല്ലാം ഈ നമ്മൾ ഒന്നുകിൽ പേഷ്യൻറ്റിൻ്റെ അടുക്ക് അല്ലെങ്കിൽ നേഴ്സിംഗ് റൂമിൽ ഈ തെറാപ്പിസ്റ്റുകൾ അല്ലെങ്കിൽ നഴ്സുമാർ മെഡിസിൻ കൊടുക്കണതിൻ്റെ ഒരു രജിസ്റ്ററും കൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇവിടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ ആദ്യം എഴുതുന്ന ഈ പറഞ്ഞ MOUൻ്റെ അകത്ത് നമ്മളുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് പരിശോധിക്കാനുള്ള അധികാരം ഉണ്ടെന്നും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് അഗ്രി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ഓതറൈസേഷൻ കിട്ടിയ ശേഷം മെയിൽ വഴിയോ പേപ്പർ വഴിയോ കാണിച്ച ശേഷം നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു വെക്കുകയും ചെയ്തിട്ട് ഇത് ചെയ്യാവുള്ളൂ. ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ഹിസ്റ്ററി, ഡയഗ്നോസിസ് ഇതെല്ലാം ഉണ്ടാവണം. ദെൻ ട്രീറ്റ്മെൻറ്റിൻ്റെ അകത്ത് റേറ്റ് അത് IP-ലും OP-ലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ IP-ലും OP-ലും എല്ലാം ഒരേ റേറ്റ്സ് തന്നെ ഫിക്സ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ദെൻ നമ്മൾ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് റേറ്റ്സ് മാത്രമല്ല നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. നമ്മളിവിടെ ഒരു 1, 2 ഡോക്ടേഴ്സ് മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ എല്ലാ റെക്കോർഡ്സും നമ്മളുടെ ഫയലിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. അത് നമ്മൾ പ്രോപ്പർലി ഒരു പബ്ലിക് വിസിബിൾ ആയിട്ടുള്ള കോറിഡോറിലോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ഏരിയയിലോ നമ്മളുടെ ഈ പറഞ്ഞ പഞ്ചായത്ത് D&OE ലൈസൻസ്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റേത്, Form 3, അതായത് Form 3 എന്ന് പറയുന്നത് നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് തന്നെ പാരാമെഡിക്കൽ എന്ന് സാധാരണ പറയുന്ന അവരുടെ രജിസ്ട്രേഷനാണ് Form 3. അതും നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യണം. രോഹിണി ID ഡിസ്പ്ലേ ചെയ്യുക. രോഹിണിയുടെ സ്ക്രീൻഷോട്ടാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. ഇപ്പോൾ അത് രോഹിണിയിൽ തന്നെ നമുക്ക് മെയിലായിട്ട് കിട്ടുന്നുണ്ട്. ദെൻ PCPയുടേത്, ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത്, ലേബറിൻ്റെയൊക്കെ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ നമ്മളുടെ പ്രെമിസസിൽ ഒട്ടിച്ച് വെച്ചേക്കേണ്ടത് തന്നെയാണ്. അത് ഫ്രെയിം ചെയ്തോ ഒട്ടിച്ചോ എങ്ങനെയെങ്കിലും നമ്മളത് കീപ്പ് ചെയ്തേക്കുക. ഈ ഇൻഷുറൻസിൻ്റെ ഇത് വരുന്നവർ നമ്മളത് ഓരോന്നോരോന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് പറഞ്ഞാൽ മതി നമ്മളിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരത്തില്ല. ഫോട്ടോ എടുത്തുകൊണ്ട് പോയിക്കോളും. ഡോക്ടർ ഫയർ ആൻഡ് സേഫ്റ്റിയുടേത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടി ചോദിച്ചതേക്കുന്നത് അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം 12 ലക്ഷം രൂപയാണ്. അതിൻ്റെ വാട്ടർ ടാങ്കും സ്മോക്ക് ഡിറ്റക്ടറും ഫുൾ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള പൈപ്പ് ലൈൻസും എല്ലാം കൊണ്ടുപോകണം. അതും ഒന്നും പ്ലാസ്റ്റിക് ഒന്നും പറ്റില്ല, എല്ലാം GI കോൺക്രീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത്ര ഒരു കോസ്റ്റില്ല. ആ ഒരു കാര്യത്തിലാണ് എൻ്റെ ഹോസ്പിറ്റലിലും GIC എംപാനൽമെൻറ്റിന് നിൽക്കുന്ന ഹാർഡിൽസ്. അപ്പോൾ അങ്ങനെ ഒരു ഹാർഡിലാണ് ഇപ്പോൾ ഉള്ളത്. NABH അതിൻ്റെ അകത്തൊരു മാൻഡേറ്ററി അല്ല. നമ്മൾ ബാക്കി നോംസ് എല്ലാം പാലിക്കണം എന്നുള്ളതാണ്. രോഹിണിയുടെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അതെല്ലാ ക്ലിനിക്കുകൾക്കും ഹോസ്പിറ്റലുകൾക്കും എല്ലാം രോഹിണിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈസിയർ ആയിരിക്കും. നിങ്ങൾക്ക് രോഹിണി ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് മെത്തേഡ് ആണെങ്കിൽ പോലും ഈസിയറായിട്ട് ക്ലെയിംസ് അവർക്ക് കിട്ടും, അത് പേഷ്യൻസിന് കിട്ടും. ഡോക്ടർ അത് ക്യാഷ്ലെസ് നമ്മൾ ചെയ്തു തുടങ്ങണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ടെൻഷൻ ഇതായിരുന്നു, ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. എന്തും ആയിക്കോട്ടെ, ഞാനിത് പഠിച്ചെടുത്താലേ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അന്നും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇതെന്തായാലും എടുത്തു നോക്കാം. അങ്ങനെയാണ് ആദ്യത്തെ കേസ് എടുത്തത്. ആദ്യത്തെ കേസിൽ 2 പേര് അഡ്മിറ്റ് ആയി, ഇതിൽ ഒരെണ്ണം തള്ളിപ്പോയി. അവർ പൈസയുള്ള ആൾക്കാരായതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. ഒരു ആർത്രൈറ്റിസ് കേസായിരുന്നു അത്. ആ കേസ് അവർ പറഞ്ഞു ഞാനിത് റീഇംബേഴ്സ്മെൻറ്റ് മോഡിൽ പിന്നീട് കൊടുത്തോളാം. അങ്ങനെ തന്നെ അവർ പറഞ്ഞത് നിങ്ങൾക്കിത് ക്യാഷ്ലെസ് കിട്ടൂല എന്നുള്ളതാണ്. അത് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ മലയാളം അറിയില്ല, തെലങ്കാനയിൽ നിന്ന് വന്ന പേഷ്യൻസാണ്. ICICI ലൊംബാർഡിൻ്റെ സൈറ്റിൽ കണ്ടു. അപ്പം തന്നെ അവർ വിളിച്ചു ചോദിച്ചു. അത് ഞങ്ങൾ എംപാനൽ ചെയ്തും MOI സൈൻ ചെയ്ത് ദിവസങ്ങൾക്കുള്ളിലാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പേര് പോലും അവർ ICICI നിന്നാണ് അറിയുന്നത്, ലൊംബാർഡിൻ്റെ സൈറ്റിൽ നിന്നാണ്. അവർ വന്ന് അഡ്മിറ്റായി, കേസ് എടുത്തു. പ്രായമുള്ളൊരു അമ്മയായിരുന്നു. അവരുടെ മോൻ ഫോട്ടോഗ്രാഫറും യൂട്യൂബറും ഒക്കെയാണ്. പുള്ളിക്കുള്ളത് സാങ്ഷനായി. അത് പറഞ്ഞ വലിയ പ്രശ്നങ്ങളല്ല, ഒരു നമുക്കൊക്കെ സാധാരണ വരുന്ന ഒരു നടുവേദനയാണ്. പുള്ളിക്ക് സാങ്ഷനായി. ഈ അമ്മയുടേത് ആർത്രൈറ്റിസ് ആയിരുന്നു. ഒരു വളരെ പഴക്കമുള്ളൊരു കേസായിട്ട് അന്നേ തന്നെ എനിക്ക് തോന്നി. ഹിസ്റ്ററി എടുത്തപ്പോൾ അവരെൻ്റെ അടുക്ക പറഞ്ഞത് എനിക്ക് വർഷങ്ങളായിട്ട് നടുവേദനയുണ്ട്, മുട്ടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്, അങ്ങനെ പല കാര്യങ്ങളാണ് എൻ്റെ അടുക്ക പറഞ്ഞത്. ഞാൻ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചെങ്കിലും വേറൊരു ഫസ്റ്റ് ഇൻഷുറൻസിൻ്റെ ആരും ഇവിടെ ഇല്ലല്ലേ,
വേറൊരു ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പർ ഞാൻ കയ്യിൽ എഴുതി വെക്കണതല്ലാണ്ട് ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്ത് സോഫ്റ്റ്വെയറിൽ അതിനകത്ത് ഡ്യൂറേഷൻ 1 ഇയർ എന്നൊക്കെ എഴുതി ഇവരുടെ അടുക്കലും പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഇൻഷുറൻസിൻ്റെ കാണാൻ വന്ന ആൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ അടുക്ക് ചെന്നത്. എന്നിട്ട് അവർ ഇംഗ്ലീഷിൽ ചോദിച്ചു എത്ര നാളായിട്ട്, അത് വർഷങ്ങളായിട്ട് സഫർ ചെയ്യണമെന്ന് അവർ ഓട്ടോമാറ്റിക്കലി എൻ്റെ അടുക്ക് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു പോയി. അത് അവരപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തു, അവരുടെ ഇത് റിജക്റ്റായി. അപ്പോൾ റീഇംബേഴ്സ്മെൻറ്റ് മോഡിൽ അവർ പോയെങ്കിലും ആ ഒരു കേസിൽ മാത്രം കിട്ടിയില്ല. പക്ഷേ ഈ കൂടെ ഉണ്ടായിരുന്ന ആളുടേത് ഫുൾ എമൗണ്ടും ഏകദേശം ഫുൾ എമൗണ്ടും അവർ സാങ്ഷനായി. അതിൻ്റെ അകത്ത് ഈ 5% പിന്നെ ഒരു TDS കൂടെ കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് എനിക്ക് കിട്ടി. TDS നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് കിട്ടുകയും ചെയ്യും, TDSൻ്റെ പാർട്ട്. ബാക്കി ഈ ഒരു 5% മാത്രമേ എനിക്ക് അതിനകത്ത് നഷ്ടം വന്നിട്ടുള്ളൂ. നമുക്ക് ആദ്യത്തെ 1-2 കേസിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ ലാസ്റ്റത്തെ സബ്മിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, വളരെ ഈസിയറാണ് ക്യാഷ്ലെസ്. പല കാര്യങ്ങളും നോക്കുമ്പോൾ ഈ റീഇംബേഴ്സ്മെന്റിന് വേണ്ടി നമ്മൾ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ നേരത്തെ ഇരിക്കുന്ന ടൈമിൻ്റെ അത്രയും പോലും ക്യാഷ്ലെസ്സിൽ നമുക്ക് ഇന്ന് സ്പെൻഡ് ചെയ്യേണ്ട വരുന്നില്ല. ക്യാഷ്ലെസ് ഇതിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഉള്ളത്, നിങ്ങൾക്ക് ഒരു കണ്ണൂർ ജില്ലയിൽ തന്നെ ഉള്ള 2-3 ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു TPA അല്ലെങ്കിൽ ഒരു ഡെസ്ക് ഫോം ചെയ്ത് വെക്കുവാണ്, TPA അല്ല ഒരു ഡെസ്ക് ഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങളത് കോട്ടയം ജില്ലയിൽ ആലോചിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒരു പഞ്ചായത്തിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവരൊരു അക്ഷയ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1-2 ഡിജിറ്റലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എൻ്റെ അടുക്ക് ചോദിച്ചു നമുക്ക് വേറെ എന്തൊക്കെയാണ് പോസിബിലിറ്റി ഉള്ളത്. ഞാൻ പറഞ്ഞു നമുക്കതൊരു TPA പോലെ ചെയ്യാം. അവർക്ക് ക്യാഷ്ലെസ് ഒന്നിൻ്റെത് എടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം. അവരിപ്പം 1-2 ഹോസ്പിറ്റൽസിൻ്റെ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, NIBHന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ ഒരു ഡിജിറ്റൽ പ്രോസസ്സിലൂടെയാണ് ചെയ്യുന്നത്. അതൊരു പ്രായമുള്ള ഒരു ഡോക്ടറാണ്, അദ്ദേഹത്തിന് ഡിജിറ്റലായിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയുന്നില്ല. അപ്പം അവിടെ പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ഡോക്ടേഴ്സും അതേപോലെ തന്നെ ഈ അക്ഷയ സെൻറ്ററിലെ ആൾക്കാരും കൂടെ കൂടിയിട്ട് ഈ പ്രോസസ്സിലേക്ക് കൊണ്ടുപോകുന്നില്ല. അതിന് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് കൂട്ടായിട്ട് ചിന്തിക്കാവുന്നതാണ്. ചോദിച്ചപ്പോൾ അവർ 5 കേസസ് ഈ ഒരു 3-4 മാസത്തിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസിയറാണ്, 15 ദിവസത്തിനുള്ളിൽ അവർക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. സ്റ്റാർ ഹെൽത്ത് കുറച്ചും കൂടെ ആ ക്യാഷ്ലെസിൻ്റെ അകത്ത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ റിജക്ഷൻ വരുന്നത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരുന്നത് ഇത് നെസസറി ആണോ ട്രീറ്റ്മെൻറ്റ്, എന്തുകൊണ്ട് ഇത് OPD ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയി കിട്ടുന്നതാണ്. ഇൻ കേസ് റിജക്ഷൻ ലെറ്റർ വന്നേക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത പേജിൽ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ തന്നെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെയിലുണ്ട്. ആ മെയിലിൽ ഇതെല്ലാം കൂടെ വെച്ചിട്ട് വീണ്ടും ഒരു ലെറ്റർ അയക്കുക. അതിലൂടെ നമുക്ക് ആ ഇൻഷുറൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനാണ്. ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 50 ലക്ഷത്തിന് താഴെയുള്ള ക്ലെയിം ഫോമിലാണ് ഇത് കിട്ടുക. നമ്മൾ അതിൽ താഴെ എന്തായാലും എല്ലാ ഹോസ്പിറ്റൽസും വരുന്നുള്ളൂ. അത് നമ്മൾ ക്ലെയിമിൻ്റെ ആ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഇടക്കാല എമൗണ്ട് എന്നുള്ള രീതിയിൽ ജെന്യുവിൻ കേസാണ് അവർ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയോട് ഒരു എമൗണ്ട് ആദ്യം തന്നെ റീഇംബേഴ്സ് ചെയ്യാൻ പറയും. അതിനുശേഷം അനുകൂലമായിട്ട് നമ്മളും കൂടെ കൂടെ നിന്നാലായി ഈ പറഞ്ഞ കസ്റ്റമർക്ക് അത് തിരിച്ച് കിട്ടുള്ളൂ. അത് നമ്മൾ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിലുള്ളത് കൺസ്യൂമർ ഫോറം തന്നെയാണ്, അതും ഇപ്പോൾ ഓൺലൈൻ തന്നെയാണ്. അത് വർഷങ്ങളെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഈ ഒരു കൺസ്യൂമർ കോർട്ട് വഴി പോകുന്നുള്ളതാണ്. പിന്നെ അതിലൊരു സംശയമുള്ളത്, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. 30 ഡേയ്സ് വെയിറ്റ് ചെയ്യണം. 15 to 30 ഡേയ്സിനകത്ത് നമുക്ക് റിപ്ലൈ കിട്ടും. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ IRDയുടെ സൈറ്റിൽ പോകേണ്ടത്. അതും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓംബുഡ്സ്മാൻ്റെ അടുക്ക് പോകണം. ഓംബുഡ്സ്മാൻ്റെ അടുക്ക് പോകുമ്പോൾ അതിൻ്റെ ഫലം കിട്ടാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് വരാനായിട്ട് കോടതി നടപടി പോലെ നീണ്ടു പോണതിൻ്റെ കാര്യം ഒന്ന് കേസ് നമ്പേഴ്സ് കൂടുതലാണ്, റിജക്ഷൻ കേസസ് കൂടുതലാണ്. അത് ആയുർവേദ സെക്ടറിൽ നിന്ന് മാത്രമല്ല, എല്ലാ സെക്ടറിൽ നിന്നും ഉണ്ട്. അലോപ്പതി സെക്ടറിൽ നിന്നാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്നിട്ട് ഇവരുടെ ഓംബുഡ്സ്മാൻമാരുടെ എണ്ണവും കുറവാണ്. ഇപ്പം കോട്ടയം, എറണാകുളം, ആലപ്പുഴ ഇതെല്ലാം കൂടെ ഒരു എറണാകുളത്തുള്ള ഓംബുഡ്സ്മാൻ്റെ കീഴിലാണ്. അതും ഒരു കോവിഡിൻ്റെ ടൈമിലൊന്നും ഓംബുഡ്സ്മാൻ എന്നൊരു പൊസിഷനിൽ ആളേ ഇല്ല. അപ്പം അങ്ങനെയുള്ള കേസ് അല്ല, നമ്മൾ മെയിൽ അയച്ചാൽ മതി. അത് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത് റൗണ്ട് ദി ക്ലോക്ക്. അത് മാൻഡേറ്ററി ആണ്. IP ഉള്ള എല്ലാ ഹോസ്പിറ്റലിലും റൗണ്ട് ദി ക്ലോക്ക് സ്റ്റാഫ് വേണം. പ്രത്യേകിച്ച് ഒരു ഡോക്ടർ, ഒരു തെറാപ്പിസ്റ്റ് ഓർ നേഴ്സ്.
അപ്പോൾ അത് നമ്മൾ റിപ്ലൈ കൊടുക്കണം അങ്ങനെ ഉണ്ടെന്നുള്ളത്. ചില ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ചില അത് വെരിഫൈ ചെയ്യുന്നുണ്ടാവണം, നമ്മൾ റൗണ്ട് ദി ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ത്രൂ ഫോണോ അങ്ങനെ എന്തെങ്കിലും. രാത്രി അവിടെ വന്നല്ല നോക്കണുണ്ടാവും. നമ്മൾ രാത്രി ഓപ്പൺ ആയിരിക്കണം എന്നില്ല, പക്ഷെ അവിടെ ഈ ആൾക്കാരുടെ പ്രസൻസ്, അതായത് ഒരു ഡോക്ടറുടെയും അതേപോലെ തന്നെ മിനിമം ഒരു സ്റ്റാഫിൻ്റെയെങ്കിലും ഒരു പ്രസൻസ് വേണം. അത് നമ്മൾ ഉണ്ടെന്നുള്ളത് നമ്മൾ സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. അതൊരു ഈ പറഞ്ഞ ഇതിനെല്ലാം വേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ലെറ്റർ ഹെഡിൽ റിട്ടൺ ആയിട്ടോ പ്രിന്റഡ് ആയിട്ടോ ഒരു ലെറ്റർ കൊടുക്കുക, ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ആ ടു ദി പോയിന്റ് ആയിരിക്കണം. വേറെ ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ കൊടുക്കാൻ പോകണ്ട. ഓപ്പറേഷൻ തിയേറ്റർ ഇല്ലാന്നും കൊടുക്കണ്ട. വി ആർ ഹാവിംഗ് 2 പഞ്ചകർമ്മ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യുമോ അവരെ? തീർച്ചയാണ്. ഡേ കെയർ അല്ലെങ്കിൽ OP ബേസിസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിലും ഒരു നമ്മൾ ലാസ്റ്റ് ഒരു ഡിസ്ചാർജ് സമ്മറിയോ ഇതായിട്ട് കൊടുക്കണല്ലോ. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരേ ഫോർമാറ്റാണ്. അതായത് ഡേറ്റ് ഓഫ് അഡ്മിഷൻ, ഡേറ്റ് ഓഫ് ഡിസ്ചാർജ്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, അല്ലെങ്കിൽ ഡിസ്ചാർജ്. അപ്പോൾ OP ബേസിസിൽ ഈ അഡ്മിഷൻ എന്ന് പറയുന്ന സാധനം പിന്നെ റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ OP ബേസിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പറയുന്നത് ഫോർമാറ്റ് ഫോളോ ചെയ്യേണ്ടതുണ്ടോ? ഇല്ലല്ലോ. OP ബേസിസിൽ ഇൻഷുറൻസ് കിട്ടാനുള്ള ചാൻസസ് ഇല്ല. OP ബേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 ഇൻഷുറൻസ് കമ്പനിയുടെ 1-2 പോളിസീസ് മാത്രമേ ഉള്ളൂ OP കവർ ചെയ്യുന്നത്. അതും OP അല്ല കവർ ചെയ്യുന്നത്, ഡേ കെയർ ആണ്. OPയും ഡേ കെയറും തമ്മിലുള്ള ഡിഫറൻസ് ഇതിൽ 24 hours താഴെയുള്ള, എന്നാൽ ആ ട്രീറ്റ്മെന്റ് കുറേ നേരത്തേക്ക് അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ കൊടുക്കണം. നിങ്ങൾക്ക് ഒരു രക്തമോക്ഷം ചെയ്യണമെന്ന് വെച്ചോളൂ. അപ്പോൾ അതിനകത്ത് കൺസെൻറ്റും എല്ലാം രജിസ്റ്ററും എല്ലാം ചെയ്ത് അഡ്മിഷൻ എല്ലാം കാണിക്കണം അതിൻ്റെ അകത്ത്. പക്ഷേ അത് 24 hours താഴെയാണെങ്കിൽ കിട്ടാൻ എന്ന് പാടാണ്. നിങ്ങളത് 24 hour അഡ്മിഷൻ ആക്കുക. പേഷ്യൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് 24 hour അഡ്മിഷൻ ആക്കിയിട്ട്, ബിക്കോസ് ഹി നീഡ്സ് ആൻ ഒബ്സർവേഷൻ ആഫ്റ്റർ രക്തമോക്ഷം. ഹി നീഡ്സ് ആൻ ഒബ്സർവേഷൻ. വൈ ഇറ്റ് വാസ് നെസസിറ്റി എന്നുള്ളത് ഇറ്റ് ഷുഡ് ബി ഡൺ അണ്ടർ അവേഴ്സ് ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് സൂപ്പർവിഷൻ ആൻഡ് ഹി ഷുഡ് ബി അണ്ടർ ഒബ്സർവേഷൻ ഫോർ 24 hours എന്ന് കൊടുക്കാം. അപ്പം ആ പറഞ്ഞ ക്വസ്റ്റ്യന് ഉത്തരമായല്ലോ. ഇന്ന് ഞാൻ ഈ പറഞ്ഞ IRDAയുടെ റൂൾസ് അനുസരിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഡിസീസസും കവറാണ്. തീരെ കവർ ആവാതിരുന്ന ചില കണ്ടീഷൻസാണ് ക്യാൻസേഴ്സും HIV അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, ആ ക്യാൻസർ ഉള്ളൊരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു മുട്ടുവേദന വന്നാൽ അതിന് ട്രീറ്റ് ചെയ്താൽ കിട്ടില്ല. ഇറ്റ് ഈസ് ഡ്യൂ ടു ദാറ്റ് ഡിസീസ്, ഇറ്റ് ഈസ് എ പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് എന്നുള്ള രീതിയിൽ അതിൻ്റെ കവറേജ് കൊടുക്കാതിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കൊടുക്കരുതെന്നുള്ളൊരു റൂളിംഗ് കൂടെ വന്നിട്ടുണ്ട്, കൊടുക്കാതിരിക്കരുതെന്നുള്ള റൂളിംഗ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി അങ്ങനെയുള്ള റിജക്ഷൻസ് വരത്തില്ല. ഞാൻ ഈ പറഞ്ഞ സർക്കുലർ ഡോക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യും. അത് നിങ്ങളൊന്ന് അതിനകത്ത് ഇൻഷുറൻസ് റിലേറ്റഡിൻ്റെ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസും എല്ലാം അതിൻ്റെ അകത്ത്, ഫയർ ഇൻഷുറൻസും എല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മളുടെ പാർട്ട് അതിൻ്റെ അകത്ത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെതാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ളത് നിങ്ങളൊന്ന് സെപ്പറേറ്റ് നോക്കുക. അത് ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ സെർച്ച് ചെയ്യാൻ എളുപ്പമുണ്ട്. ഫൈൻഡ് ഇൻ പേജ് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഹെൽത്ത് എന്ന് കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് മാത്രമായിട്ട് കിട്ടും, ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇൻ കേസ് നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റാർ ഹെൽത്തിൻ്റെത് റീസെൻ്റ്ലി ഒരാൾക്ക് കൊടുത്ത റിജക്ഷൻ ചെയ്തായിരുന്നു. 25% ഓഫ് സമ്മർഷോടെ ഞങ്ങൾ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ നോട്ടിഫിക്കേഷൻ അയച്ചിട്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്നും ഇവർക്ക് അയച്ചു കൊടുക്കണ്ട, അതൊക്കെ കമ്പനിയുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റേറ്റഡ് ഇന്ന ഡേറ്റ്, അതിൻ്റെ നമ്പർ, അത് ബേസ് ആയിട്ട് നിങ്ങൾക്ക് 25% സീലിങ്ങോ സബ് ലിമിറ്റോ വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു റിപ്ലൈ കൊടുക്കാനാണ് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത്. അത് ആ ലിമിറ്റ് അയച്ചു കൊടുക്കേണ്ടത് ഡോക്ടറല്ല, പേഷ്യൻ്റാണ്. നമ്മൾ അതിൻ്റെ വേർഡിങ്സ് അവർക്ക് പറഞ്ഞു കൊടുത്തോ അല്ലെങ്കിൽ എഴുതി കൊടുത്താൽ മതി, അവരതിന് റിപ്ലൈ അയക്കണം. ഡോക്ടേഴ്സ് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് മെയിൻലി അത് എസെൻഷ്യൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക. ചില കേസസിൽ നമ്മുടെ അടുത്ത് ചോദിക്കും what is the positive diagnosis, positive investigation report supporting the diagnosis എന്ന് പറഞ്ഞ് ചോദിക്കും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് വിസിറ്റിലോ സെക്കൻഡ് വിസിറ്റിലോ അഡ്മിഷന് മുമ്പുള്ള ഒരു വിസിറ്റിൽ എക്സ്റേയോ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സോ ലാബ് റിപ്പോർട്ട്സോ എന്തെങ്കിലും ഒന്ന് എടുപ്പിക്കണമെന്ന് മാൻഡേറ്ററി ആയിട്ട് പറയുന്നത്. അത് വലിയ കോസ്റ്റ്ലി ആയിട്ട് MRIയിലേക്ക് ഒന്നും പോകണമെന്ന് പോലും നിർബന്ധമില്ല. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. നമ്മൾ ഡേ കെയർ ഒരു വന്ന് കിഴി അഭികം ചെയ്ത് പോണ ആൾക്ക് നമ്മൾ ചെയ്യാറില്ല. പക്ഷെ ഡേ കെയർ പ്രൊസീജിയർ ആണെങ്കിൽ നോർമൽ അഡ്മിഷൻ പോലെ തന്നെ ഈ പേഷ്യൻറ്റിന് കൺസെൻറ്റ് ഫോർ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യണം, കൺസെൻറ്റ് ഫോർ അഡ്മിഷൻ ഫില്ല് ചെയ്യണം, ഡേറ്റ് ആൻഡ് ടൈം എല്ലാം രജിസ്റ്ററിലോ അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിലോ നോട്ട് ചെയ്ത് ഒരു റൂം അലോക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വാർഡിലോ അഡ്മിഷൻ കാണിക്കണം. എന്നിട്ട് ഈ ആൾ 24 hours അകത്ത് 12 മണിക്കൂറായി ഒബ്സർവേഷൻ എല്ലാം കഴിഞ്ഞ് ആൾ പുറത്തേക്ക് പോകുന്നു. ആ സമയത്ത് നിങ്ങൾ ഡിസ്ചാർജും കാണിച്ച് ഡിസ്ചാർജ് ടൈമും കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഫോമെല്ലാം ഫില്ല് ചെയ്യണം. അവിടെ പാർട്ട് എയും പാർട്ട് ബിയും പാർട്ട് ബിയും നിങ്ങൾ ഫില്ല് ചെയ്യണം, സൈൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കണം.
അങ്ങനെയാണെങ്കിൽ അത് കിട്ടേണ്ടതാണ്. അങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ന് ആയുർവേദ പ്രോക്ടോളജി ക്ലിനിക്കുകളിൽ ഇത്തിരി ഡിഫിക്കൽറ്റി ഉണ്ടെന്നുള്ളതാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാനിപ്പോൾ ചോദിച്ചതിൽ. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇപ്പോൾ ഇത് 24 hours അഡ്മിഷൻ കാണിക്കുകയാണ്. അതിനുവേണ്ടി ആളൊരു ഡോക്ടറെ RMO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത്, ആ RMO അതിനകത്ത് മാൻഡേറ്ററി ആണ്. RMO പോസ്റ്റ് വേണം, അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടറിലേക്ക് മുമ്പോട്ട് പോകില്ല. RMOയെ അഡ്മിറ്റ് ചെയ്യുക, RMO ആക്കി അവിടെ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിഷനും എവിടെയും കൊടുത്തു. ഒരു സ്റ്റാഫിനെ അങ്ങോട്ട്, ലേഡി ആയതുകൊണ്ട് തന്നെ വേറൊരു ലേഡി സ്റ്റാഫിനെ അങ്ങോട്ട് കൊടുത്തി നിർത്തി. അങ്ങനെയൊക്കെയാണ് അത് മുമ്പോട്ട് പോകുന്നത്. സെക്യൂരിറ്റി ആ ഒരു ബിൽഡിങ്ങിൽ കോമൺ ആയിട്ടുള്ള കാരണം ആളുടെ സർവീസും കൂടി ഇതിനകത്ത് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഈ പറഞ്ഞ ആൾക്ക് ഇപ്പം ഹോസ്പിറ്റലിൽ നിന്നുള്ള രീതിയിൽ 24 hour അഡ്മിഷൻ കാണിച്ചിട്ടാണ് ഇപ്പോൾ പ്രോക്ടോളജി. അത് ആവശ്യം ഉണ്ടായിട്ടല്ല. പിന്നെ നമ്മൾ 24 hour അഡ്മിഷൻ വെറുതെ കാണിച്ചാൽ മാത്രം പോരാ, നമ്മൾ മാൽ പ്രാക്ടീസ് കാണിക്കരുത്. അതും കൂടെ പ്രത്യേകം പറയുകയാണ്. നമുക്ക് ഈ ഇൻഷുറൻസ് HMA ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ റെക്കഗ്നീഷൻ കിട്ടിയേക്കുന്നത്. മാൽ പ്രാക്ടീസ് കാണിക്കരുത്. ഇവർ വന്നു പോയി ട്രീറ്റ്മെന്റ് ചെയ്തു, ഞാൻ 24 hours അല്ലെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ആണെന്നുള്ളത് കൊടുക്കരുത്. നമ്മളിപ്പോ ഫോളോപ്പായിട്ട് കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഒരു വർഷം കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ കൊടുത്താൽ കിട്ടില്ല. അതിനകത്ത് ചില പ്രോബ്ലംസ് ഉണ്ട്. ആക്ച്വലി എനിക്കും ക്ലിയർ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ആ പേഷ്യൻ്റ് എക്സ്റേ എടുത്തപ്പോൾ മെഡിക്കലി ഒരു ട്രീറ്റ്മെന്റ് വേണം എന്ന് നമുക്ക് അന്ന് രണ്ടാമത് വന്നപ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ആ പ്രിയോത്തോ അല്ലെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് റിജക്റ്റഡ് ആയി പോവാം. നമ്മൾ സൈൻ ചെയ്ത് ആ കൊടുക്കുന്ന ഫോമിൽ വെദർ ഇറ്റ്സ് എ പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് നമ്മൾ ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് റിജക്റ്റഡ് ആയി. കാരണം പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ആണോ എന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെദർ ഇറ്റ്സ് എ കോംപ്ലിക്കേഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് ചോദിക്കുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ കവർ ചെയ്യില്ല. ഇതിനകത്ത് എക്സെപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോളിസി എടുക്കുമ്പോൾ തന്നെ ഒരാൾ എനിക്ക് ഡിസ്കംപ്ലൈൻറ്റ് ഉള്ളതാണ് അല്ലെങ്കിൽ ഒരു ലിവർ സിറോസിസ് ഉള്ളതാണെങ്കിൽ ആൾ വെളിപ്പെടുത്തുകയാണ് എനിക്ക് ലിവർ സിറോസിസ് ഉള്ളതാണെന്ന് പറഞ്ഞേക്കുവാണെന്നുണ്ടെങ്കിൽ ആ ആളെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് കവറേജ് കിട്ടും. കാരണം അത് ചിലപ്പം വർഷാവർഷം ചിലപ്പോൾ ചില ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കേണ്ട വരുന്നുണ്ടാവും, ശോധനകളൊക്കെ ചെയ്യേണ്ട വരുന്നുണ്ടെങ്കിൽ ആ കേസസിൽ പറ്റും. നടുവേദനയുടെ ആണെങ്കിൽ അത് അങ്ങനെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് ആ പേഷ്യൻ്റ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യരുത്. വേറൊരു കാര്യവും കൂടെയാണ്, നമ്മൾ ഹിസ്റ്ററി എഴുതുമ്പോഴത്തേക്കും നമ്മൾ വലിയ നീണ്ട കാര്യങ്ങൾ ഒത്തിരി ചിലപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രായമായ പേഷ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഫ്രം ഹെഡ് ടു ഫുൾ പെയിൻ പറയാനുണ്ടാവും. അതിനകത്തെ പോളി ആർത്രൈറ്റിസ് അല്ലെന്നുണ്ടെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള പെയിൻ മാത്രം നിങ്ങൾ എക്സാമിൻ ചെയ്തപ്പോൾ പേഷ്യൻ്റ് മുട്ടുവേദന ഉണ്ടെങ്കിൽ മുട്ടുവേദനയുടെ കാര്യങ്ങളൊക്കെ തന്നെ നോട്ട് ചെയ്യുക. നമുക്കത് വാലിഡായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ മാത്രം കൊടുക്കുക. ചില ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസിക്കൊക്കെ നമ്മൾ ആ ഡെഫിഷ്യൻസി ആണെന്ന് പ്രൂവ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ട മെഡിസിൻസ് ട്രീറ്റ്മെൻറ്റ് ഡിസീസിനൊന്നും നമുക്ക് കിട്ടില്ല. ഫൈബ്രോമയാളജി അങ്ങനെയൊക്കെ ഇതൊക്കെ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊന്നും അവർ റീംബേഴ്സ് ചെയ്ത് കൊടുക്കണമെന്നില്ല. അതിനൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ഈ പറഞ്ഞ റീംബേഴ്സ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ആയുർവേദിക് ഡയഗ്നോസിസ് കൊടുത്താൽ മതി. രക്തവാദം എന്നൊരു കണ്ടീഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ കൊടുത്തേച്ചാൽ മതി. പ്രൊസീജിയേഴ്സ് വാതഹര അല്ലെങ്കിൽ വാതപിത്തഹര എന്ന് പറഞ്ഞിട്ടൊരു ഡയഗ്നോസിസ് അല്ലെ ട്രീറ്റ്മെൻറ്റിൻ്റെ പോർഷനിൽ അങ്ങനെ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതിയാൽ മതി. ട്രീറ്റ്മെൻറ്റിനും ICD-10 കോഡുണ്ട്, പക്ഷെ അത് നമ്മൾ ഫില്ല് ചെയ്യണമെന്നില്ല. ഈവൻ ക്യാഷ്ലെസ് പോകുമ്പോഴത്തേക്കും അവിടെയും ഡയഗ്നോസിസിന് മാത്രം മതി ICD-10 കോഡ്, ട്രീറ്റ്മെൻറ്റിൻ്റെ ICD-10 കോഡ് അവിടെ ചോദിക്കുന്നില്ല. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ കഴിയുന്നതും പഴയ ഹിസ്റ്ററി മുഴുവനോട്ട് എഴുതി വെക്കാതിരിക്കുക. പേഷ്യൻ്റ് അങ്ങനെ കാരണം ഈവൻ ഒരു ആക്സിഡൻറ്റ് ആയതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ചോദിച്ചു വരും. ആ ഡീറ്റെയിൽസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പാസ്റ്റ് ഇൽനെസ്സിൽ കൊടുക്കാതിരിക്കുക. അൺലെസ് ഇതുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ മാത്രം അങ്ങനെ കൊടുക്കുക. കേരളത്തിലെ ജീവനക്കാർ വളരെ ബോധവാന്മാരാണ്. അവരത് ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മളും അവരും തമ്മിൽ ലേസണിങ് ചെയ്യുന്നു. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധ, കേരളത്തിലെ KPHA കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനുമായിട്ട് HMA നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പൊതുവിഷയങ്ങളിൽ. അതായത് ഇത് അലോപ്പതി ഇതിന്റെ IMA അല്ല, IMAയുടെ വിട്ടുള്ള കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റും ആയിട്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ്. അതുപോലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആവുമ്പോൾ മാത്രമേ നമുക്ക് ബജറ്റിലോ ഇതിലോ അല്ലാതെ നമ്മളൊരു നിവേദനം കൊടുത്ത് മാറിയാലൊന്നും ഇത് നടക്കില്ല എന്ന ഉറച്ച ബോധ്യത്തില്. അപ്പൊ KPHA ഇപ്പൊ ഇവരുടെ ഒരു വിഷയം വന്നപ്പോ നമ്മുടെ വോട്ട് KPHA കൊടുത്തു ആ കമ്മിറ്റിയിൽ. അപ്പൊ അവരുടെ ഒരു ആവശ്യം വരുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും കൂടെ. ലോക്സഭയിൽ കഴിഞ്ഞ ഒരു കുറച്ചു മാസം മുമ്പ് നിങ്ങൾ കണ്ടിട്ട് ആയുഷ്മാൻ ഭാരത് ആയുർവേദത്തിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭയിൽ പറയുന്നത്.
അതിനെ കുറിച്ച് നമ്മൾ കൊടുത്തപ്പോൾ അത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ahmaindia.org എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഒന്ന് സന്ദർശിക്കുക. ഇപ്പൊ ഇതായിട്ട് അതില് ഉണ്ട് ആയുഷ്മാൻ ഭാരത് ആയുർവേദത്തിന് കിട്ടുമെന്ന് അതിന്റെ ഇത് തുടങ്ങിക്കൊണ്ടില്ല, പിന്നെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളതും കൃത്യമായും അത് വന്നാൽ എന്താ ഗുണം എന്നറിയോ? 80 കോടി സാധാരണക്കാർക്കാണ് ഈ ആയുഷ്മാൻ ഭാരത്. അപ്പൊ 80 കോടി സാധാരണക്കാർക്ക് ആയുർവേദ ചികിത്സ വരുമ്പോൾ ആയുർവേദത്തിന്റെ ജനകീയത എത്രയായിരിക്കും? അത് നമുക്ക് അവൈൽ ചെയ്യാൻ കഴിഞ്ഞാല് ഇന്ത്യയുടെ ഒരു എക്കണോമിക് ആയുർവേദത്തിന്റെ ഇത് എന്തായിരിക്കും? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് ഔദ്യോഗികമായി, അത് പത്രക്കുറിപ്പ് നമ്മൾ കൊടുത്തില്ല, നമുക്ക് ഔദ്യോഗികമായി രേഖാമൂലം കിട്ടിയത്. അത് കൂടാതെ മെഡിക്കൽ വിസ വിഷയം ഡോക്ടർ അറിയാം, അന്ന് ആ വിഷയത്തിൽ ഇടപെട്ടപ്പോ സെൻട്രൽ ഇതിൽ നടത്താൻ വളരെ അനുകൂലമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. FRROന്റെ ഇത് കേരള ഗവൺമെന്റ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ടൂറിസം മിനിസ്റ്ററും ടൂറിസം സെക്രട്ടറി അടക്കമുള്ളവർ ഇതാക്കിയിട്ട് ആ പ്രശ്നം ഇപ്പൊ നമുക്ക് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫോറിൻ പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ മിനിമം സൂക്ഷിക്കേണ്ട ഫോമുകളെ കുറിച്ച് നേരത്തെ ഡോക്ടർ പറഞ്ഞില്ലേ, നമ്മളൊരു എക്സ്റേ അയക്കുമ്പോൾ ഇൻ ആൻഡ് ഔട്ട് രജിസ്റ്ററിൽ വെക്കണം. അതുപോലെ ഇതിൽ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുറച്ച് വിദേശികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് നമ്മുടെ ഇതിലേക്ക് വരുന്നത്. അപ്പൊ മെഡിക്കൽ വിസ വിഷയം ഈ പറഞ്ഞ ഈ പിന്നെ ഈ ആയുഷ്മാൻ ഭാരത് മറ്റൊരു പ്രധാന വിഷയം സോഷ്യൽ മീഡിയയിലെ കൂടെ ആയുർവേദത്തെ ഡിഫൈൻ ചെയ്യുന്നില്ല. അതിൽ AHMA ഒരു നിലപാടെടുത്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അത് ഒരു സുപ്രീം കോടതി, അത് ആയുഷ് സെക്രട്ടറിയുടെ ഗൈഡൻസ് പ്രകാരമാണ് പിന്നെ നമ്മളൊക്കെ നീങ്ങുന്നത്. പ്രധാന 3 സംഘടനകളും അത് ഏകദേശം അതിനോടനുബന്ധിച്ച് നീങ്ങുകയാണ്. ഞാൻ AHMയും AMI ആയാലും ഏകദേശം അതിലെന്താ വെച്ചാൽ ആയുഷ് സെക്രട്ടറി ഒരു ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് നമ്മളൊരു സുപ്രീം കോടതി അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം എന്നിട്ട് ഒരു പ്രതിനിധിനെ കേരളത്തിലേക്ക് അയച്ചു കഴിഞ്ഞ ഡിസംബർ 1-ന്. ഞങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പൊ ഇതില് എന്തൊക്കെയാണ് നടക്കുന്നത്? അപ്പൊ ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ ചില അലോപ്പതി ആശുപത്രികളുടെ ഡിസ്ചാർജില് പിന്നെ ആയുർവേദ ചികിത്സ എടുക്കരുത് എന്ന് എഴുതുന്ന അത് ഇത്തരം രേഖകൾ ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തന്നാല് നേരിട്ട് അഡ്വക്കേറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇതിലെ 2-3 തരത്തിലുള്ള ഒന്ന് സോഷ്യലി എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഇത് കൊടുക്കുന്നുണ്ട്. എല്ലാം ലീഗലി പോയാൽ നമുക്ക് വിജയിച്ചൊന്നും വരില്ല. ഈ ഒരു 2-3 തരത്തിലൂടെ അത് ചെയ്യാൻ നമ്മളൊക്കെ അത് നീങ്ങുന്നത് ആയുഷ് മിനിസ്ട്രി ആയിട്ടുള്ള ഒരു ഇതിന്റെ ഇപ്പൊ ഒരു ഇതുണ്ടായി. കഴിഞ്ഞ ഒരു മാസം മുമ്പ് കേരളത്തിൽ നിന്ന് ഒരു ആയുഷ് അഡ്വൈസർ വന്നിട്ടുണ്ട്, ഡോക്ടർ രഘു. അപ്പൊ അദ്ദേഹം നമുക്ക് ഉറപ്പ് നൽകിയതാണ് ഈ ആയുഷ്മാൻ ഭാരതിന്റെയും മെഡിക്കൽ വിസന്റെയും ഒക്കെ വിഷയം. മെഡിക്കൽ വിസയിലെ മൾട്ടിപ്പിൾ എൻട്രി അത് നമ്മൾ ആവശ്യപ്പെട്ട് അത് ആയിട്ടുണ്ട്. അതായത് അല്ലെങ്കിൽ ഒരാൾ തിരിച്ചുപോയി വീണ്ടും വരേണ്ടിയിരുന്നു. മൾട്ടിപ്പിൾ എൻട്രി ഫീസ് മാത്രമാണ് ഇപ്പൊ നമ്മൾ ഒരു കൊല്ലത്തിനുള്ളിൽ ഒന്ന് പോയി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതേ ഇതിൽ തന്നെ വിസയിൽ തന്നെ ഇതാക്കാൻ വേണ്ടി പറ്റും. ഒറ്റ ഒരു കാര്യമാണ് ഇതാക്കാത്തത്, ഫീസ് കൊടുക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ശ്രീലങ്കയില് ഇതിന്റെ ഫീസ് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ അത് പെട്ടെന്ന് ആദ്യഘട്ടത്തിൽ പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മറ്റു നമ്മൾ AHMA ആവശ്യപ്പെട്ട മെഡിക്കൽ വിസയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് കേരളത്തിന് അവിടുന്ന് ഔദ്യോഗികമായിട്ട് മിനിസ്ട്രി ഇതും കിട്ടിയിട്ടുണ്ട്. നമ്മള് പിന്നെ ഫസ്റ്റ് കൺസൾട്ടേഷൻ മാൻഡേറ്ററി തന്നെയല്ലേ? അതൊരു കാര്യം ചോദിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മളെ ചില ക്വയറി വരുന്ന ആയുഷ് സർട്ടിഫിക്കറ്റ് നല്ലത്. കാരണം പലതും OP ബേസിസ് ആയിട്ട് വന്നു പോകുന്നതായിരിക്കും. അതിനകത്ത് IP മാൻഡേറ്ററി ആയിട്ട് പ്രൂവ് ചെയ്യാൻ നമ്മളെ പാടാണ്. നോട്ട് മാൻഡേറ്ററി, വി ആർ നോട്ട് എംപ്ലോയ്ഡ് സെക്രട്ടറി കൊടുത്തിട്ടാൽ മതി. അതുകൊണ്ട് അവർക്ക് റിജക്ട് ചെയ്തു പറഞ്ഞ് നമുക്ക് അയക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാരും പോകണം. അതിനുവേണ്ടി അത് അത്രയും സിമ്പിൾ ആണെന്ന് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായി. അത്രയും യൂസ്ഫുൾ ആയ ഒരു ക്ലാസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മന്ത്രി AK ശശീന്ദ്രനായിരുന്നു അതിന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. വുമൻസ് ഡേയോടനുബന്ധിച്ചിട്ട് നമ്മൾ ഒരു പരിപാടി നടത്തുകയുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മളെ ബൈബിഷനൊക്കെ അനുസ്മരണ സദസ്സാണ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതും ആദ്യം ഗൂഗിൾ മീറ്റിൽ നമ്മൾ ഒരു അനുസ്മരണ സദസ്സും അതിനുശേഷം നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെ കേളകത്ത് വെച്ചിട്ട് വളരെ വിപുലമായ രീതിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പും ശൗര്യചക്ര VP മനേഷ് അവർകളായിരുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ
നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ HMയുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു.